to One's Coaching. So, നമ്മുടെ third session ആണ്. നമ്മുടെ 2019 സ്കീമിലെ S4 ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിൻ്റെ DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിൻ്റെ എൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. ഇന്ന് നമ്മൾ തേർഡ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആയിരിക്കും കാണാൻ പോകുന്നത്. സോ നമുക്ക് തേർഡ് മൊഡ്യൂളിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. സോ തേർഡ് മൊഡ്യൂളിൽ മെയിനായിട്ടും മോട്ടറാണ് പറഞ്ഞിരിക്കുന്നത്. DC മോട്ടർ. DC മോട്ടറിൻ്റെ ബാക്ക് EMF, ജനറേഷൻ ഓഫ് ടോർക്ക് ഇക്വേഷൻ, പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ ആ ടോർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ന്യൂമറിക്കൽ പ്രോബ്ലംസ്, അതാണ് ഫസ്റ്റ് ഹാഫിൽ വരുന്നത്. ദെൻ സ്റ്റാർട്ടിംഗ് ഓഫ് DC മോട്ടോഴ്സ്, അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റാർട്ടേഴ്സ്, അതായത് 3 point ആൻഡ് 4 point സ്റ്റാർട്ടേഴ്സ്. ദെൻ സ്പീഡ് കൺട്രോൾ ഓഫ് DC മോട്ടോഴ്സ്, അവിടെ നമ്മുടെ ഫീൽഡ് കൺട്രോൾ, ആർമേച്ചർ കൺട്രോൾ, ബ്രേക്കിംഗ് ഓഫ് DC മോട്ടോഴ്സ്, പവർ ഫ്ലോ ഡയഗ്രാം, ലോസസ് ആൻഡ് എഫിഷ്യൻസി, ടെസ്റ്റിംഗ് ഓഫ് DC മോട്ടോഴ്സ്, ദെൻ സ്വിൻബേൺസ് ടെസ്റ്റ്. നമ്മുടെ DC മോട്ടോഴ്സിലെ രണ്ട് ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റാണ് സ്വിൻബേൺസ് ടെസ്റ്റ്, ഹോപ്കിൻസൺ ടെസ്റ്റ്, റിട്ടാർഡേഷൻ ടെസ്റ്റ്. ദെൻ അതിൻ്റെ ഓരോ മോട്ടറിൻ്റെയും ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസും ഓരോ മോട്ടറുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് പ്രോബ്ലംസും, അതാണ് നമ്മുടെ മൊഡ്യൂൾ 3 വരുന്നത്. സോ നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ, അതായത് പാർട്ട് എയിൽ മൊഡ്യൂൾ 3 ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലിസ്റ്റ് ദ ഡിഫറെൻറ്റ് ലോസസ് ഇൻ DC മെഷീൻസ്. അതായത് DC മെഷീൻസിൽ ഏതൊക്കെ ലോസസ് ആണ് മെയിനായിട്ടും ഉണ്ടാവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പാർട്ട് എയിൽ. സോ നമ്മൾ നോക്കുമ്പോൾ മെയിനായിട്ട് നമ്മുടെ DC മെഷീനിൽ ഉണ്ടാകുന്ന ലോസസിനെ നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഇലക്ട്രിക്കൽ ലോസസ് അല്ലെങ്കിൽ കോപ്പർ ലോസസ്, അതായത് നമ്മുടെ വൈൻഡിങ്ങിൽ, നമ്മുടെ DC മെഷീനിലുള്ള വൈൻഡിങ്ങിൽ അതിൻ്റെ വൈൻഡിങ് റെസിസ്റ്റൻസ് കാരണം ഉണ്ടാകുന്ന ലോസിനെയാണ് നമ്മൾ കോപ്പർ ലോസ് എന്ന് പറയുന്നത്. I² × RA ലോസസ്, അതായത് നമ്മുടെ വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന അതിൻ്റെ റെസിസ്റ്റൻസ് കൊണ്ട് ഉണ്ടാകുന്ന ലോസാണ് കോപ്പർ ലോസ് എന്ന് പറയുന്നത്. പിന്നെ ആർമേച്ചർ കോറിൽ ഉണ്ടാകുന്ന ലോസാണ് അയൺ ലോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളതിനെ കോർ ലോസ് എന്ന് പറയും. ദെൻ നമ്മുടെ ബ്രഷിന്, അതായത് നമുക്കറിയാം കമ്മ്യൂട്ടേറ്റർ ബ്രഷ് അസംബ്ലിയാണ് നമ്മുടെ പറഞ്ഞ റിവേഴ്സിൽ നടത്തുന്ന DC മെഷീനിൽ. സോ ആ ബ്രഷ് കോൺടാക്റ്റിൽ ഉണ്ടാകുന്ന ഡ്രോപ്പിനെയാണ് നമ്മൾ ബ്രഷ് ലോസസ് എന്ന് പറയുന്നത്. ദെൻ മെക്കാനിക്കൽ ലോസസ്, അതായത് ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ്, വിയർ ആൻഡ് ടിയർ വഴി ഉണ്ടാകുന്ന ലോസസ് ആണ് മെക്കാനിക്കൽ ലോസസ്. ദെൻ അഗെയിൻ ഈ എല്ലാ ലോസിലും ഉൾപ്പെടാത്ത കുറച്ച് ലോസസ് നമ്മുടെ മെഷീനിൽ ഉണ്ടാവും. അത് നമുക്ക് ഒരിക്കലും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്ത ലോസസ് ഒരു ഇത്ര പെർസെൻറ്റേജ് ആണെന്ന് പറഞ്ഞ് നമ്മളങ്ങനെ അസ്യൂം ചെയ്തെടുക്കും. അതാണ് സ്ട്രേ ലോഡ് ലോസസ് നമ്മൾ പറയുന്നത്. സോ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ആർമേച്ചർ കോപ്പർ ലോസ്. ഞാൻ പറഞ്ഞു നമ്മുടെ വൈൻഡിങ്ങിൽ അതിൻ്റെ റെസിസ്റ്റൻസ് കാരണം ഉണ്ടാകുന്ന ലോസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോപ്പർ ലോസ് എന്ന് പറയുന്നത്. സോ എവിടെയൊക്കെ നമ്മുടെ മെഷീനിൽ വൈൻഡിങ് ഉണ്ടോ ആ വൈൻഡിങ്ങിൻ്റെ ഒരു റെസിസ്റ്റൻസ് കാണും, അവിടെ ഒരു കോപ്പർ ലോസ് സംഭവിക്കും. സോ എവിടെയൊക്കെയാണ് നമ്മുടെ മെഷീനിൽ നമുക്ക് വൈൻഡിങ് ഉള്ളത്? ഒന്ന് നമുക്കറിയാം നമ്മുടെ ആർമേച്ചർ, അല്ലേ? ആർമേച്ചറിൽ വൈൻഡിങ് ഉണ്ട്. ആർമേച്ചർ വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് RA ആണെങ്കിൽ ആർമേച്ചർ ഉണ്ടാക്കുന്ന ലോസ് എന്തായിരിക്കും? I² × RA ലോസ് ആയിരിക്കും. പിന്നെ എവിടെയാണ് നമുക്ക് വൈൻഡിങ് ഉള്ളത്? നമ്മുടെ ഫീൽഡിൽ, അല്ലേ? സോ ഫീൽഡിൽ കൂടെ പോകുന്ന കറണ്ട് IF ആണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് RF ആണെങ്കിൽ I² × RF ആയിരിക്കും ആ ഫീൽഡ് ഉണ്ടാക്കുന്ന ലോസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ മോട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മളിപ്പോൾ സീരീസ് മോട്ടർ ആണെങ്കിൽ അവിടെ നമ്മുടെ ഫീൽഡ് എന്ന് വെച്ചാൽ സീരീസ് ഫീൽഡ് ആയിരിക്കും. ഷൺ മോട്ടർ ആണെങ്കിൽ നമുക്ക് ഷൺ ഫീൽഡാണ് അവിടെ ഉള്ളത്. കോമ്പൗണ്ട് മോട്ടർ ആകുമ്പോൾ നമുക്ക് ബോത്ത് സീരീസ് ആൻഡ് ഷൺ ഫീൽഡ് ഉണ്ട്. സോ എത്ര ടൈപ്സ് ഫീൽഡ് അവിടെ ഉണ്ടോ അതനുസരിച്ച് ഓരോ ഫീൽഡിലും നമ്മുടെ ലോസ് ഉണ്ടാവും. പിന്നെ നമുക്ക് അവിടെ ഫീൽഡ് ഉള്ളതാണ് ഒന്ന് ഇൻ്റർപോൾ. നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ നള്ളിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അതാണ് നമ്മൾ ഇൻ്റർപോളും കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങും. ആ ഇൻ്റർപോളിൽ നമുക്കൊരു വൈൻഡിങ് ഉണ്ടാവും, അത് ആർമേച്ചറിന് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. സോ ഇൻ്റർപോളിൽ നമുക്ക് അതുപോലെ തന്നെ ഒരു കോപ്പർ ലോസ് ഉണ്ടാവും നമ്മുടെ ഇൻ്റർപോൾ വൈൻഡിങ്ങിൽ. സോ ഇൻ്റർപോൾ വൈൻഡിങ്ങിൽ കൂടെ പോകുന്ന കറണ്ട് നമുക്കറിയാം ആർമേച്ചർ കറണ്ടാണ്. ഇൻ്റർപോൾ വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് RI ആണെങ്കിൽ I² × RI ലോസ് നമ്മുടെ ഇൻ്റർപോളിൽ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പിന്നെ ലോസ് ഉണ്ടാവുന്ന പറഞ്ഞാൽ നമ്മുടെ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്. നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ നള്ളിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്. ആ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് RC ആണെങ്കിൽ I² × RC ഡ്രോപ്പ് എവിടെ ഉണ്ടാവും? കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങിൽ ഉണ്ടാവും. സോ ഇത്രയും കോപ്പർ ലോസ് നമ്മുടെ മെഷീനിലുണ്ടാവും. ഇനി അടുത്ത ലോസാണ് നമ്മുടെ ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അയൺ ഓർ മാഗ്നറ്റിക് ലോസസിൽ വരുന്ന രണ്ട് ക്ലാസിഫിക്കേഷനാണ് ഹിസ്റ്ററിസിസ് ലോസും എഡി കറന്റ് ലോസും. നമ്മൾ നേരത്തെ കണ്ടിരുന്നു എന്തുകൊണ്ടാണ് ആർമേച്ചർ കോറിൽ നമ്മൾ സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ എന്താണ് ഹിസ്റ്ററിസിസ് ലോസ്, എന്താണ് എഡി കറന്റ് ലോസ് എന്ന് പറഞ്ഞായിരുന്നു. എന്തായിരുന്നു ഹിസ്റ്ററിസിസ് ലോസ്? അതായത് നമ്മുടെ ആർമേച്ചർ നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കറിയാം അയൺ കൊണ്ടാണ്, അത് കാസ്റ്റ് അയൺ ആണ്. സോ ഈ കാസ്റ്റ് അയൺ കൊണ്ട് എന്ത് സംഭവിക്കും? കാസ്റ്റ് അയൺ നമ്മുടെ നോർത്ത് ആൻഡ് സൗത്ത് പോളിൻ്റെ അണ്ടറിൽ കണ്ടിന്യൂസ്ലി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഫ്ലെക്സ് റിവേഴ്സിൽ സംഭവിക്കും. സോ ഈ ഫ്ലെക്സ് റിവേഴ്സിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ മാഗ്നറ്റിക് മെറ്റീരിയലിൽ ഉണ്ടാകുന്ന ഒരു ലോസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹിസ്റ്ററിസിസ് ലോസ്. ആ ഹിസ്റ്ററിസിസ് ലോസിൻ്റെ ഇക്വേഷൻ ഒക്കെ നമ്മൾ എഴുതിയായിരുന്നു. ദാറ്റ് ഈസ് ഈറ്റ × B maximum raised to 1.6 × F × B. സിലിക്കൺ സ്റ്റീലിന് ഇതിൻ്റെ വാല്യൂ 1.6 ആയിരിക്കും. അത് മെറ്റീരിയലിനെ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. ഈറ്റ എന്ന് പറഞ്ഞാൽ സ്റ്റീൻമെൻസ് കോൺസ്റ്റൻ്റ് ആണ്. സോ അതാണ് ഹിസ്റ്ററിസിസ് ലോസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഹിസ്റ്ററിസിസ് ലോസ് നമ്മുടെ മാക്സിമം വാല്യൂ ഫ്ലെക്സ് ഡെൻസിറ്റി Bmaxനെ ഡിപ്പെൻഡ് ചെയ്യും. അത് നമ്മുടെ ആർമേച്ചർ കോറിലായിരിക്കും ഉണ്ടാകുന്നത്. അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്യുന്നത്. ഒരു 3 to 4% സിലിക്കൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BH കർവിൻ്റെ ഏരിയ കുറയ്ക്കാം, അങ്ങനെ ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇനി അടുത്ത നമ്മുടെ ആർമേച്ചർ കോറിൽ ഉണ്ടാകുന്ന ഒരു ലോസാണ് എഡി കറന്റ് ലോസ് എന്ന് പറയുന്നത്.
എഡി കറന്റ് ലോസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. നമുക്കറിയാം നമ്മുടെ ആർമേച്ചർ ഉണ്ടാക്കിയിരിക്കുന്ന അയൺ കൊണ്ടാണ്, അത് കണ്ടക്റ്റിംഗ് ആണ്. സോ ഈ കണ്ടക്ട് ചെയ്യുന്ന അയൺ നമ്മുടെ ഫ്ലക്സിനെ കട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ആ അയണിൽ തന്നെ എന്ത് സംഭവിക്കും, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. EMF ഇൻഡ്യൂസ് ചെയ്യുമ്പം അതിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ടിനെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത്, എഡി കറണ്ട് എന്ന് പറയുന്നത്. ഒരു കണ്ടക്ടിങ് മെറ്റീരിയലിൽ എന്ത് സംഭവിക്കും, ഫ്ലക്സിനെ കട്ട് ചെയ്യുമ്പം അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ആ കറണ്ടാണ് എഡി കറണ്ട് എന്ന് പറയുന്നത്. സോ എഡി കറണ്ടിനെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ലാമിനേഷൻസ് യൂസ് ചെയ്യുന്നത്. അതായത് ചെറിയ തിൻ ലാമിനേഷൻസ് വെച്ചിട്ടായിരിക്കും നമ്മുടെ ആർമേച്ചർ കോർ ഉണ്ടാക്കിയിരിക്കുന്നത്. എഡി കറണ്ട് ലോസും അതും ഈ പറഞ്ഞ പോലെ തന്നെ എഡി കറണ്ട് ലോസിൻ്റെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ ഈറ്റ ഇൻറ്റു ബി മാക്സിമം സ്ക്വയർ ഇൻറ്റു എഫ് സ്ക്വയർ വി എന്നാണ് പറയുന്നത്. അത് അതായത് നമ്മുടെ എഡി കറണ്ട് ലോസ് എന്ന് പറഞ്ഞാൽ ബി മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി, മാക്സിമം വാല്യൂ ഫ്ലക്സ് ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, വോളിയം ഓഫ് ദ കോർ. അത്രയും ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ എഡി കറണ്ട് ലോസ് പറയുന്നത്. സോ അതാണ് മെയിനായിട്ടും അയൺ അല്ലെങ്കിൽ നമ്മൾ മാഗ്നറ്റിക് ലോസ് എന്ന് പറയുന്നത്, ഹിസ്റ്റെറിസിസ് ലോസും എഡി കറണ്ട് ലോസും. ഇനി അടുത്തതാണ് മെക്കാനിക്കൽ ലോസ്. മെക്കാനിക്കൽ ലോസ് നമുക്കറിയാലോ, എല്ലാ റൊട്ടേറ്റിംഗ് പാർട്ടിൽ ഉണ്ടാകുന്ന ലോസ് ആണ്. അത് 2 ടൈപ്സ് ഉണ്ട്. നമുക്ക് ഫ്രിക്ഷൻ ലോസും ഉണ്ടാവും, അതുപോലെ തന്നെ വിൻറ്റേജ്, അത് എയറിൻ്റെ ആക്ഷനും കൊണ്ട് നമുക്ക് വിൻറ്റേജ് ലോസും ഉണ്ടാവും. ഇതാണ് മെയിനായിട്ട് മെക്കാനിക്കൽ ലോസസിൽ വരുന്നത്. പിന്നെ ഇതിലൊന്നും, അതായത് നമുക്ക് ഈ 3 ക്ലാസിഫിക്കേഷനിലും പെടാത്ത കുറച്ച് ലോസ് നമ്മുടെ മെഷീനിൽ സംഭവിക്കുന്നുണ്ട്. അതിനെ നമ്മൾ സ്ട്രേ ലോഡ് ലോസിൻ്റെ അണ്ടറിലാണ് നമ്മൾ ഇടുന്നത്. നമുക്കറിയാം ആർമേച്ചർ റിയാക്ഷൻ കൊണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ നെറ്റ് ഫ്ലക്സ് കുറയും. സോ നെറ്റ് ഫ്ലക്സ് കുറയുമ്പോൾ അവിടെ EMF കുറയുന്നുണ്ട്. സോ അങ്ങനെ നമുക്ക് ഇത് ഈ സ്ട്രേ ലോഡ് ലോസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്ത ചില ലോസസ് ആണ് മെഷീനിൽ സംഭവിക്കുന്നത്. അതായത് നമുക്കറിയാം അതുപോലെ തന്നെ ആർമേച്ചർ റിയാക്ഷനോടെ MNP ഷിഫ്റ്റ് നടക്കുന്നത് നമ്മൾ പറഞ്ഞു. സോ MNP ഷിഫ്റ്റ് നടക്കുമ്പോൾ ബ്രഷ് ആക്സിസ് അതനുസരിച്ച് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്ന കണ്ടക്ടേഴ്സിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അത് ഷോർട്ട് സർക്യൂട്ടിംഗ് മൊമെന്റിൽ ഒരു ഷോർട്ട് സർക്യൂട്ടിംഗ് കറണ്ട് പാസ് ചെയ്ത് അത് അവിടെ ഒരു ലോസ്, ഹീറ്റ് ലോസ് ഉണ്ടാക്കുന്നുണ്ട്. സ്പാർക്കിംഗ് ആൻഡ് ഹീറ്റ് ലോസ് ഉണ്ടാക്കുന്നുണ്ട്. സോ അതൊന്നും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെയുള്ള ലോസിനെയാണ് നമ്മൾ സ്ട്രേ ലോഡ് ലോസസ് എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളൊരു 1 to 2% അത് നമ്മളങ്ങ് അസ്യൂം ചെയ്യും. 1 to 2% ഔട്ട്പുട്ടിൻ്റെ ലോസ് ആയിട്ട് പോകും എന്നുള്ളൊരു അസംഷനിൽ നമ്മളങ്ങ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. സോ ഇതാണ് വേരിയസ് ലോസസ് എന്ന് പറയുന്നത്. ഒന്ന് നമ്മുടെ വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് കാരണം ഉണ്ടാകുന്ന കോപ്പർ ലോസ്, പിന്നെ നമ്മുടെ അയൺ മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മുടെ കോറിൽ ഉണ്ടാകുന്ന ആർമേച്ചർ കോറിൽ ഉണ്ടാകുന്ന ലോസ്, അതാണ് അയൺ ഓർ മാഗ്നറ്റിക് ലോസ് എന്ന് പറയുന്ന 2 എണ്ണം ഉണ്ട്. ഹിസ്റ്റെറിസിസ് ലോസും എഡി കറന്റ് ലോസും. ദെൻ മെക്കാനിക്കൽ ലോസ്. മെക്കാനിക്കൽ ലോസ് 2 ടൈപ്പ് ഉണ്ട്, ഫ്രിക്ഷൻ ലോസും വിൻറ്റേജ് ലോസും. പിന്നെ ഉള്ളതാണ് സ്ട്രേ ലോഡ് ലോസസ്. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോസസ് ഇൻ എ DC മെഷീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് മൊഡ്യൂൾ 3 പാർട്ട് A ചോദിച്ചിരിക്കുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഇലക്ട്രിക് ബ്രേക്കിംഗ് ഇൻ DC മോട്ടോഴ്സ്, ഡിസ്ക്രൈബ് എനി വൺ ഓഫ് ദം. നമുക്കറിയാം ബ്രേക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ സഡൻ അത് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. സോ ബ്രേക്കിംഗ് അത് മെക്കാനിക്കൽ ബ്രേക്കിംഗ് ആവാം, ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് ആവും. സോ മെക്കാനിക്കൽ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ വിയർ ആൻഡ് ടിയർ കൂടുതലായിരിക്കും. അതുപോലെ നമുക്കൊരു ക്വിക്ക് ആൻഡ് സഡൻ സ്റ്റോപ്പേജ് നമുക്ക് അവിടെ കിട്ടത്തില്ല. സോ അങ്ങനെ ഒരു ക്വിക്ക് ആൻഡ് സ്മൂത്ത് ബ്രേക്കിംഗ് വേണ്ട സാഹചര്യത്തിലാണ് നമ്മൾ ഇലക്ട്രിക് ബ്രേക്കിങ്ങിലോട്ട് പോകുന്നത്. സോ ഇലക്ട്രിക് ബ്രേക്കിങ്ങിന് മെയിനായിട്ട് നമ്മൾ 3 മെത്തേഡ്സ് വഴി നമുക്ക് ഇലക്ട്രിക് ബ്രേക്കിംഗ് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിലൊരെണ്ണമാണ് പ്ലഗിങ്. പ്ലഗിങ്ങിൻ്റെ വേറൊരു പേരാണ് റിവേഴ്സ് വോൾട്ടേജ് ബ്രേക്കിംഗ് എന്ന് നമ്മൾ പറയും. ഇനി വേറൊരെണ്ണമാണ് ഡൈനാമിക് ബ്രേക്കിംഗ് അല്ലെങ്കിൽ റിയോസ്റ്റാറ്റിക് ബ്രേക്കിംഗ്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് റീജനറേറ്റീവ് ബ്രേക്കിംഗ്. ഇതാണ് ഇലക്ട്രിക് ബ്രേക്കിംഗിൽ വരുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ്. അതുകൊണ്ട് കമ്പയർഡ് ടു മെക്കാനിക്കൽ ബ്രേക്കിംഗ് എഫിഷ്യൻറ്റ് ബ്രേക്കിംഗ് ഏതാണെന്ന് വെച്ചാൽ മെക്കാനിക്കൽ ബ്രേക്കിംഗ് ആണ്. കാരണം അവിടെ വിയർ ആൻഡ് ടിയറും അതുപോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റും ഒക്കെ നമുക്ക് കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര സ്മൂത്ത് ആൻഡ് ഭയങ്കര ക്വിക്കായിട്ട് നമുക്ക് സ്റ്റോപ്പേജ് പോസിബിൾ ആണ്. നമ്മൾ ഇലക്ട്രിക് ബ്രേക്കിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ. സോ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് ഏതാണെന്ന് നോക്കാം, പ്ലഗിങ്. പ്ലഗിങ്ങിൻ്റെ വേറൊരു പേരാണ് റിവേഴ്സ് വോൾട്ടേജ് ബ്രേക്കിംഗ്. ഈ പ്ലഗിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആർമേച്ചറിലോട്ട് കൊടുക്കുന്ന സപ്ലൈ നമ്മൾ റിവേഴ്സ് ചെയ്യുക ചെയ്യുന്നത്. സോ നമുക്കറിയാം ടോർക്ക്, ഒരു മോട്ടറിലെ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താ, ടോർക്ക് ഈസ് പ്രപ്പോർഷണൽ ടു 5 × IA ആണ്. സോ ഞാൻ ഈ പ്ലഗിങ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എയ്തർ ഫ്ലക്സ് അല്ലെങ്കിൽ കറണ്ട്, ഫ്ലക്സിൻ്റെ ഡയറക്ഷനോ അല്ലെങ്കിൽ ആർമേച്ചർ കറണ്ടിൻ്റെ ഡയറക്ഷനോ ഞാൻ ചേഞ്ച് ചെയ്യും. ഫ്ലക്സിൻ്റെ അല്ലെങ്കിൽ ആർമേച്ചർ കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, എൻ്റെ ടോർക്ക് നെഗറ്റീവ് ആവും. ടോർക്ക് നെഗറ്റീവ് ആവുമെന്ന് വെച്ചാൽ എന്താ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങാൻ നോക്കൂ അല്ലേ. അതായത് നോർമൽ ഒരു ഡയറക്ഷനിൽ കറങ്ങുമായിരുന്നു, അപ്പോൾ ഒരു ഓപ്പോസിറ്റ് ടോർക്ക് ആക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അത് എൻ്റെ സ്പീഡ് കുറഞ്ഞ് 0 വന്നിട്ട് റിവേഴ്സ് ഡയറക്ഷനിൽ ഇൻക്രീസിങ് സ്പീഡിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ആ മൊമെൻറ്റ്, അതായത് സ്പീഡ് കുറഞ്ഞ് 0 ആവുന്ന മൊമെൻറ്റിൽ നമ്മൾ സെൻട്രിഫ്യൂഗൽ സ്വിച്ചസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് ഓപ്പറേറ്റ് ചെയ്ത് നമ്മൾ മെഷീനെ സ്റ്റോപ്പ് ചെയ്യും. അതാണ് നമ്മൾ ഈ പ്ലഗിങ് ചെയ്യുന്നത്. സോ ഹിയർ ആർമേച്ചർ സപ്ലൈസ് റിവേഴ്സ്ഡ്. നമ്മൾ ആർമേച്ചറിലോട്ട്, മെഷീൻ്റെ ആർമേച്ചറിലോട്ട് കൊടുക്കുന്ന സപ്ലൈ നമ്മൾ റിവേഴ്സ് ചെയ്തു. സോ ദാറ്റ് ദ മോട്ടർ ഡെവലപ്സ് എ നെഗറ്റീവ് ടോർക്ക് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ. അതായത് ആർമേച്ചർ കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ടോർക്കിൻ്റെ പൊളാരിറ്റി മാറും, ടോർക്ക് നെഗറ്റീവ് ആവും അല്ലേ. അപ്പോൾ നമ്മുടെ നോർമൽ റൊട്ടേഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആ ടോർക്ക് ആക്ട് ചെയ്യുന്നത്. അന്നേരം സ്പീഡ് കുറഞ്ഞ് 0 ആയി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യാൻ നോക്കും. ആ 0 ആവുന്ന മൊമെൻറ്റിൽ നമ്മൾ അതിൻ്റെ സപ്ലൈ കട്ട് ചെയ്ത് നമ്മൾ നമ്മുടെ മെഷീനെ സ്റ്റോപ്പ് ചെയ്യും. അതാണ് നമ്മൾ പ്ലഗിങ് ചെയ്യുന്നത്. ഇനി എങ്ങനെ പ്ലഗിങ് നമുക്കൊരു മെഷീനിൽ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു പ്ലഗിങ്ങിൽ നമ്മൾ എന്താ, ആർമേച്ചറിലോട്ട് കൊടുക്കുന്ന
സപ്ലൈ റിവേഴ്സ് ചെയ്യുക ചെയ്യുന്നത്. സോ ഇനീഷ്യലി ഞാൻ എൻ്റെ ആർമേച്ചറിനെ എ എന്ന് ഞാൻ മാർക്ക് ചെയ്യാമെന്ന് വെച്ചോ. എന്ന് മാർക്ക് ചെയ്താൽ എയിലോട്ട് ഞാൻ എൻ്റെ പ്ലസ് ആണ് കണക്ട് ചെയ്തേക്കുന്നത്, അതുപോലെ തന്നെ എയിലോട്ട് മൈനസ് ആണ് കണക്ട് ചെയ്തേക്കുന്നത്. സോ ഇനി എന്ത് ചെയ്യും? പ്ലഗിങ്, അതായത് നമുക്ക് എപ്പോൾ എനിക്ക് എൻ്റെ മോട്ടറിനെ സ്റ്റോപ്പ് ചെയ്യണോ അന്നേരം ഞാൻ എൻ്റെ ആർമേച്ചറിലോട്ട് കൊടുക്കുന്ന സപ്ലൈ അങ്ങ് റിവേഴ്സ് ചെയ്യുക. റിവേഴ്സ് ചെയ്യാന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ എയിലോട്ട് എന്ത് കൊടുക്കും? ഞാൻ എൻ്റെ നെഗറ്റീവ് ടെർമിനലായിരിക്കും ഇവിടെ കണക്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ എ എന്ന് പറയുന്നതിലോട്ട് ഞാൻ എന്തായിരിക്കും കണക്ട് ചെയ്തേക്കുന്നത്? എൻ്റെ പോസിറ്റീവ് ടെർമിനലായിരിക്കും കണക്ട് ചെയ്തത്. അത് ആർമേച്ചറിലോട്ട് കൊടുക്കുന്ന സപ്ലൈയുടെ ഡയറക്ഷൻ ഞാനിങ്ങ് റിവേഴ്സ് ചെയ്തു. റിവേഴ്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു നെഗറ്റീവ് ടോർക്ക് ഡെവലപ്പ് ചെയ്യും. നെഗറ്റീവ് ടോർക്ക് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ മെഷീൻ്റെ സ്പീഡ് കുറഞ്ഞ് 0-യിലാവുമ്പം നമ്മളതിനെ അതിൻ്റെ സപ്ലൈ കട്ട് ചെയ്ത് നമ്മളതിനെ സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് നമ്മൾ പ്ലഗിങ് ചെയ്യുന്നത്. സോ ഇവിടെ ഇനീഷ്യലി, അതായത് നമ്മൾ അത് നോർമൽ റണ്ണിങ് കണ്ടീഷനിൽ നമുക്കറിയാം ഒരു മോട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വോൾട്ടേജും ബാക്ക് ഇ എം എഫും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതായത് വോൾട്ടേജിന് ഒപ്പോസ് ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കും നമ്മുടെ ബാക്ക് ഇ എം എഫ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്ലഗ് ചെയ്യാൻ സമയത്ത് നമ്മൾ എന്തായാലും ആർമേച്ചറിൻ്റെ സപ്ലൈ റിവേഴ്സ് ചെയ്യും. സോ അറ്റ് ദ ടൈം ഓഫ് റിവേഴ്സൽ വാട്ട് ഹാപ്പൻസ്? അതായത് നമ്മുടെ വോൾട്ടേജും ഇ ബിയും ഒരേ ഡയറക്ഷനിലാവും. സോ വി പ്ലസ് ഇ ബി എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ആയിരിക്കും നമ്മുടെ ആർമേച്ചർ ടെർമിനൽ അക്രോസ് ആയിട്ട് വരുന്നത്. സോ അത്രയും ഒരു ദാറ്റ് ഈസ് ഈക്വൽ ടു അറൌണ്ട് 2 times നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജിന് ഈക്വലൻ്റ് ആണ്. കാരണം ഇ ബി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വി ആണ്. സോ വി പ്ലസ് ഇ ബി നമ്മുടെ ആർമേച്ചർ ടെർമിനൽ അക്രോസ് ആയിട്ട് വരുമ്പോൾ എന്ത് പറ്റും? ആ വി പ്ലസ് ഇ ബി കൊണ്ട് ഒരു ഹൈ കറണ്ട് ആയിരിക്കും നമ്മുടെ ആർമേച്ചർ കറണ്ടിൽ ഫ്ലോ ചെയ്യുന്നത്. അത് നമ്മുടെ ആർമേച്ചറിനെ ബേൺ ചെയ്യും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു റെസിസ്റ്റൻസ് നമ്മൾ പ്ലഗിങ്ങിൻ്റെ സമയത്ത് നമ്മുടെ ആർമേച്ചറിന് സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യും. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്കറിയാം അറ്റ് ദ ഇൻസ്റ്റന്റ് ഓഫ് പ്ലഗിങ് എന്ത് സംഭവിക്കും? വി പ്ലസ് ഇ ബി എന്ന് പറയുന്നൊരു വോൾട്ടേജ് ആയിരിക്കും, അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് വി പ്ലസ് ഇ ബി എന്ന് പറയുന്നൊരു വോൾട്ടേജ് ആയിരിക്കും നമ്മുടെ ആർമേച്ചറിന് അക്രോസ് ആയിട്ട് വരുന്നത്. ഈ വി പ്ലസ് ഇ ബി കൊണ്ട് നമ്മുടെ എന്തോ ഒരു കറണ്ട് നമ്മുടെ ആർമേച്ചറിലൂടെ ഫ്ലോ ചെയ്യും. ദാറ്റ് ഈസ് വി പ്ലസ് ഇ ബി ഡിവൈഡഡ് ബൈ ആർ എ. ആർ എ ആണ് ആർമേച്ചർ റെസിസ്റ്റൻസ്. ഇത്രയും ഹൈ കറണ്ട് ആയിരിക്കും നമ്മുടെ ഏതികൂടെ ഫ്ലോ ചെയ്യുന്ന ആർമേച്ചർ കറണ്ടിലൂടെ, അല്ലെങ്കിൽ ആർമേച്ചറിലൂടെ ഫ്ലോ ചെയ്യുന്ന, അത് നമ്മുടെ ആർമേച്ചറിനെ ബേൺ ചെയ്യും. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു റെസിസ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ വാല്യൂ 6 ആണെങ്കിൽ എന്ത് വരും? ഡിനോമിനേറ്ററിൽ നമുക്ക് RA + R എന്ന് പറയുന്നൊരു ടേം വരും. അന്നേരം നമുക്ക് ഐയുടെ വാല്യൂ അല്ലെങ്കിൽ നമുക്ക് ആ ബ്രേക്കിംഗ് കറണ്ടിൻ്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്പീഡ് കുറഞ്ഞ് നിയർ 0 സ്പീഡ് ആകുമ്പോൾ നമ്മൾ സെൻട്രിഫ്യൂഗൽ സ്വിച്ചസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്പറേറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ മോട്ടറിലോട്ട് കൊടുക്കുന്ന സപ്ലൈ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ മെഷീൻ നമ്മൾ സ്റ്റോപ്പ് ആവും. അതാണ് പ്ലഗിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്ത ബ്രേക്കിംഗ് മെത്തേഡാണ് ഡൈനാമിക് ബ്രേക്കിംഗ്. ഈ ഡൈനാമിക് ബ്രേക്കിങ്ങിനെ നമ്മൾ റിയോസ്റ്റാറ്റിക് ബ്രേക്കിംഗ് എന്ന് പറയും. ഈ റിയോസ്റ്റാറ്റിക് ബ്രേക്കിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർമേച്ചറിലോട്ട് കൊടുക്കുന്ന സപ്ലൈ അങ്ങ് കട്ട് ചെയ്യുക. പ്ലഗിങ്ങിൽ നമ്മൾ ആർമേച്ചറിലെ സപ്ലൈ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ആർമേച്ചറിലോട്ട് കൊടുക്കുന്ന സപ്ലൈ അങ്ങ് കട്ട് ചെയ്യും. ആർമേച്ചറിലോട്ട് കൊടുക്കുന്ന സപ്ലൈ കട്ട് ചെയ്തിട്ട് ആ ആർമേച്ചറിനെ നമ്മളൊരു ബ്രേക്കിംഗ് റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യും. അന്നേരം എന്ത് സംഭവിക്കും? നമ്മുടെ മോട്ടർ ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യും. മോട്ടർ ജനറേറ്ററായിട്ട് ആക്ട് ചെയ്തിട്ട് അതിലെ സ്റ്റോർഡ് കൈനറ്റിക് എനർജി എന്തായിരിക്കും? ആ ബ്രേക്കിംഗ് റെസിസ്റ്ററിലോട്ട് നമ്മൾ ഡിസിപ്പേറ്റ് ചെയ്ത് അതിൻ്റെ സ്പീഡ് 0 ആയി. അങ്ങനെയായിരിക്കും നമ്മളിവിടെ ബ്രേക്കിംഗ് പോസിബിൾ ആക്കുന്നത്. സോ ഇൻ ദിസ് ടൈപ്പ് ഓഫ് ബ്രേക്കിംഗ് ദ DC motor is disconnected from the supply. സപ്ലൈന്ന് നമ്മൾ എൻറ്റയർലി ഡിസ്കണക്ട് ചെയ്യുക ചെയ്യുന്നത്. ആൻഡ് ദ ബ്രേക്കിംഗ് റെസിസ്റ്റർ RB is immediately connected across the armature. സപ്ലൈ കട്ട് ചെയ്തിട്ട് നമ്മളൊരു ബ്രേക്കിംഗ് റെസിസ്റ്റൻസ് നമ്മൾ ആർമേച്ചറിന് അക്രോസ് ആയിട്ട് വെക്കും. ഇതൊരു DC ഷണ്ട് മോട്ടറിലോട്ട് എങ്ങനെ നമ്മൾ ഡൈനാമിക് ബ്രേക്കിംഗ് അപ്ലൈ ചെയ്തെന്നുള്ള ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ മോട്ടർ നോർമലി വർക്ക് ചെയ്യുമായിരുന്നു ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് ബ്രേക്കിങ്ങിൻ്റെ സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ആർമേച്ചറിലോട്ട് എൻ്റെ സപ്ലൈ ഞാനങ്ങ് കട്ട് ചെയ്തിട്ട് എന്ത് സംഭവിച്ചു? ആർമേച്ചർ ഞാനൊരു റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്തു. അന്നേരം എന്ത് സംഭവിക്കും? നമ്മുടെ ആർമേച്ചർക്കാരൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ആവില്ല. അതായത് നമ്മുടെ മോട്ടർ ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യും നമ്മൾ സപ്ലൈ കട്ട് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിൽ സ്റ്റോർ ചെയ്തേക്കുന്ന കൈനറ്റിക് എനർജി ഈ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് അങ്ങ് ഡിസിപ്പേറ്റ് ചെയ്യും. ഇതൊരു ഇൻഎഫിഷ്യൻറ്റ് മെത്തേഡ് ഓഫ് ബ്രേക്കിംഗ് ആണ്. കാരണം എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഫുള്ള് പവർ നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുക ചെയ്യുന്നത്. ഡൈനാമിക് ബ്രേക്കിംഗ് ഈസ് എൻ ഇൻഎഫിഷ്യൻറ്റ് മെത്തേഡ് ഓഫ് ബ്രേക്കിംഗ് as all the generated energy is dissipated as heat in resistance. റെസിസ്റ്റൻസിൽ ഹീറ്റ് ആയിട്ട് വെറുതെ നമ്മൾ ഡിസിപ്പേറ്റ് ചെയ്ത് കളയുക ചെയ്യുന്നത്. അതുകൊണ്ട് ഡൈനാമിക് ബ്രേക്കിംഗ് ഒരു ഇൻഎഫിഷ്യൻറ്റ് മെത്തേഡ് ഓഫ് ബ്രേക്കിംഗ് ആണ്. ഇവിടെ നമ്മൾ മോട്ടറിനെ എന്തായിട്ട് ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യുക ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആ സ്റ്റോർഡ് എനർജി നമ്മൾ നമ്മുടെ റെസിസ്റ്ററിൽ അങ്ങ് ഡിസിപ്പേറ്റ് ചെയ്ത് കളയും. ഇനി ലാസ്റ്റ് ബ്രേക്കിംഗ് മെത്തേഡാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ്. ഇവിടെ നമ്മൾ എന്താണ്? നമ്മുടെ മോട്ടറിന് നമ്മൾ ജനറേറ്ററായിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യും. പക്ഷേ നമ്മൾ ഇവിടെ നേരത്തെ റിയോസ്റ്റാറ്റിക് ബ്രേക്കിങ്ങിൽ നമ്മൾ ആ എനർജി വെറുതെ ഒരു റെസിസ്റ്ററിൽ ഡിസിപ്പേറ്റ് ചെയ്ത് കളയുവാണെങ്കിൽ ഇവിടെ നമ്മൾ ജനറേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ട് എനർജി തിരിച്ച് നമ്മൾ സപ്ലൈയിലോട്ട് ഫെഡ്ബാക്ക് ചെയ്യുകയാണ്. ഫെഡ്ബാക്ക് ചെയ്യുമ്പോൾ സമയത്ത് ആർമേച്ചർ കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് അവിടെ നമുക്കൊരു ബ്രേക്കിംഗ് എഫക്റ്റ് കിട്ടും. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ആ വർക്ക് ചെയ്യുന്ന മോട്ടറിനെ ജനറേറ്റർ ആക്കാം? നമുക്കറിയാം ജനറേറ്റർ ആക്കണമെങ്കിൽ അതിൻ്റെ കറണ്ട് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യണം അല്ലേ? കറണ്ട് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇ ബിയുടെ വാല്യൂ നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജിനേക്കാളും കൂടുതലാവണം. അതായത് ഇ ബിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ വി ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ആവും. ഇ ബി നമുക്കറിയാം, ഇ ബി കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നല്ലെങ്കിൽ സ്പീഡ് കൂട്ടണം, കൂടുതൽ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്ലെക്സിൻ്റെ വാല്യൂ കൂട്ടണം.
ഏതെങ്കിലും മെത്തേഡിൽ നമ്മൾ ഇ ബി നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജിനേക്കാൾ കൂടുതലാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ കറണ്ട് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് നമ്മുടെ മോട്ടർ ഒരു ജനറേറ്റർ ആയിട്ട് ആക്ട് ചെയ്ത് അത് ആ പവർ എങ്ങോട്ട്, അല്ലെങ്കിൽ സ്റ്റോർഡ് കൈനറ്റിക് എനർജി അത് എങ്ങോട്ട് കൊടുക്കും? നമ്മുടെ സപ്ലൈയിലോട്ട് കൊടുക്കും. അപ്പോൾ ഇതാണ് ഏറ്റവും എഫിഷ്യൻറ്റ് മെത്തേഡ് ഓഫ് ബ്രേക്കിംഗ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ്. സോ ബ്രേക്കിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബ്രേക്കിംഗ് എന്ന് ആദ്യം പറയുക. അത് കഴിഞ്ഞിട്ട് അതിന് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രേക്കിംഗ് എഴുതുക. പ്ലഗിങ്, റിയോസ്റ്റാറ്റിക് ബ്രേക്കിംഗ് ആൻഡ് റീജനറേറ്റീവ് ബ്രേക്കിംഗ്. ഇത്രയും നിങ്ങൾ എഴുതിയിരിക്കണം ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി നമ്മൾ മൊഡ്യൂൾ 3 എന്ന് വന്നിരിക്കുന്ന പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. സോ ഇതിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. The armature winding of a 4-pole 250 volt DC shunt motor is lap connected. Lap connected ആണ് നമുക്ക് തന്നിട്ടുണ്ട്. വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട് 250 volt. 4-pole മെഷീൻ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി there are 120 slots. മെഷീനിൽ 120 slots ഉണ്ട്. ഓരോ സ്ലോട്ടിലും എത്ര കണ്ടക്ടേഴ്സ് ഉണ്ട്? 8 കണ്ടക്ടേഴ്സ് ഉണ്ട്. The flux per pole is 0.02 Weber. Flux per pole തന്നിട്ടുണ്ട് 0.02 Weber ആണ്. And the current taken by the motor, load current 25 ampere എന്ന് തന്നിട്ടുണ്ട്. Calculate the torque developed by the armature. നമ്മുടെ ആർമേച്ചർ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്ക് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. The armature and field resistance are 0.1 and 125 ohm respectively. If the rotational losses amount to 810 volt, find the useful torque. അപ്പോൾ നമ്മൾ ജനറേറ്റഡ് ടോർക്കും കണ്ടുപിടിക്കണം. അതിൽ നിന്ന് ലോസസ് സബ്ട്രാക്ട് ചെയ്ത് നമ്മൾ യൂസ്ഫുൾ ടോർക്ക് നമ്മൾ കണ്ടുപിടിക്കുകയും വേണം. അടുത്ത സപ്പാർട്ടായിട്ട് ചോദിച്ചിരിക്കുന്നതാണ് കമ്പയർ ദ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിഫറെൻറ്റ് ഡി സി മോട്ടോഴ്സ് ആൻഡ് എന്യൂമറേറ്റ് ദ ഫീൽഡ് ഓഫ് ആപ്ലിക്കേഷൻ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോട്ടോഴ്സും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും എന്തൊക്കെയാണെന്ന് പ്ലോട്ട് ചെയ്യാനാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ പ്രോബ്ലം കണ്ടാലോ. സോ ഈ പ്രോബ്ലത്തിൽ എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്? വോൾട്ടേജ് തന്നിട്ടുണ്ട് 250 വോൾട്ടിന് തന്നിട്ടുണ്ട്, ലൈൻ കറണ്ട് തന്നിട്ടുണ്ട് 25 ആംപിയറിന്, ഫീൽഡ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ആർമേച്ചർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഫ്ലക്സ് തന്നിട്ടുണ്ട്, ദെൻ നമ്പർ ഓഫ് പോൾസ് തന്നിട്ടുണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഇൻ ദ മെഷീൻ തന്നിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 120 സ്ലോട്ട്സ് ആണുള്ളതെന്ന് തന്നിട്ടുണ്ട്. ഒരു സ്ലോട്ടിൽ 8 കണ്ടക്ടേഴ്സ് ഉണ്ട്. ടോട്ടൽ 120 × 8 കണ്ടക്ടേഴ്സ് ഉണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഷണ്ട് മോട്ടറാന്ന് തന്നിട്ടുണ്ട്. സോ ആദ്യം നമുക്ക് ഷണ്ട് മോട്ടർ എന്ന് വരച്ച് നോക്കാം. ഷണ്ട് മോട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആർമേച്ചറിന് പാരലായിട്ടായിരിക്കും നമ്മൾ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് കണക്ട് ചെയ്തേക്കുന്നത്. ഇതായിരിക്കും നമ്മുടെ ലൈൻ കറണ്ട്, ഇതായിരിക്കും നമ്മുടെ ആർമേച്ചർ കറണ്ട്, ഇതായിരിക്കും നമ്മുടെ ISH ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിൽ കൂടെ പോകുന്ന കറണ്ട്. സോ ഇവിടെ നമുക്ക് ലൈൻ കറണ്ട് നമുക്ക് 25 ആംപിയറിന് തന്നിട്ടുണ്ട് അല്ലേ. കഴിഞ്ഞിട്ട് നമുക്ക് ഷണ്ട് ഫീൽഡ് കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ലേ. വോൾട്ടേജ് 250 വോൾട്ടാണ്. വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട് 250 വോൾട്ട്. സോ ദിസ് 250 ഡിവൈഡഡ് ബൈ RSH. RSHൻ്റെ വാല്യൂ എത്രയായിരുന്നു? 125 ഓം. സോ ദിസ് 250 ഡിവൈഡഡ് ബൈ നമ്മുടെ ഫീൽഡിൻ്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 125. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ISHൻ്റെ വാല്യൂ എത്ര കിട്ടും? ദാറ്റ് ഈസ് 2 ആംപിയർ എന്ന് കിട്ടും അല്ലേ. സോ ഈ പോകുന്ന കറണ്ടിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആംപിയർ ആണ്. സോ ഇത് 2 ആംപിയർ ആണ്. ഇൻകമിങ് കറണ്ട് 25 ആംപിയർ ആണ്. സോ ഈ കറണ്ട് എത്രയായിരിക്കും? 25 - 2 ആയിരിക്കും. സോ 23 ആംപിയർ ആയിരിക്കും ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത്. ഇത്രയും ഡേറ്റാസ് നമുക്ക് ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ടോർക്കാണ് ചോദിച്ചേക്കുന്നത്. സോ ടോർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ടോർക്കിൻ്റെ ഇക്വേഷൻ ആണ് ടോർക്ക് ഈസ് ഈക്വൽ ടു 9.55 × EB/IA ഡിവൈഡഡ് ബൈ N. അതിന് നമുക്ക് EB കാൽക്കുലേറ്റ് ചെയ്യണം, N കാൽക്കുലേറ്റ് ചെയ്യണം, IA നമുക്കിവിടെ തന്നിട്ടുണ്ട്. EB കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ നമുക്ക് EB കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? EB ഈ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. EB ഈസ് ഈക്വൽ ടു നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജ് മൈനസ് നമ്മുടെ ഈ ആർമേച്ചറിൽ നിന്നാവുന്ന ഡ്രോപ്പ് ആയിരിക്കുമല്ലോ. നമ്മൾ 250 വോൾട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 250 വോൾട്ടാണ് ഇതിന് ക്രോസ് വരുന്നത്. സോ ബാക്ക് EMF എന്ന് വെച്ചാൽ എന്താ? 250 വോൾട്ട് മൈനസ് നമ്മുടെ ആർമേച്ചറിൽ ഉണ്ടാകുന്ന ഡ്രോപ്പ്, അതായിരിക്കും EB. സോ EB ഈസ് ഈക്വൽ ടു V മൈനസ് IA അറിയാം. സോ വിയുടെ വാല്യൂ എത്രയെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 250 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. സോ V ഈസ് ഈക്വൽ ടു 250. സോ 250 വോൾട്ട് മൈനസ് IAയുടെ വാല്യൂ എത്രയാണ്? 23 അല്ലേ. 23 × 250 അല്ലേ നമ്മുടെ വോൾട്ടേജ് വന്നിരിക്കുന്നത്? 250 വോൾട്ട് എന്നാണ് വന്നിരിക്കുന്നത്. സോ 250 മൈനസ് 23 × RAയുടെ വാല്യൂ എത്രയാണ്? RAയുടെ വാല്യൂ 0.1 ആണ്. സോ 250 മൈനസ് 2.3 ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടും? 247.7 വോൾട്ട് എന്നായിരിക്കും നമ്മുടെ എന്ത് കിട്ടുന്നത്? നമ്മുടെ EBയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. സോ നമ്മൾ EBയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, ജനറേറ്റഡ് ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്പീഡ് ഓഫ് ദ മെഷീൻ വേണം അല്ലേ. എങ്ങനെ നമുക്ക് സ്പീഡ് ഓഫ് ദ മെഷീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? നമുക്കറിയാം നമ്മുടെ EMF ഇക്വേഷൻ ഓഫ് എ മോട്ടർ നമുക്കറിയാലോ. EB ഈസ് ഈക്വൽ ടു 5Zn ഡിവൈഡഡ് ബൈ 60 ×
പി ഡിവൈഡഡ് ബൈ എ. ഇ ബി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 247.7 ആണല്ലോ. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് എന്നിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ എൻ എന്തായിരിക്കും? എൻ ഈസ് ഈക്വൽ ടു 247.7 into 60 into A divided by 5ZP എന്ന് വരും അല്ലേ? ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 247.7 into 60 into നമുക്കറിയാം ലാബ് വൈൻഡിങ് ആണ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. ലാബ് വൈൻഡിങ് ആവുമ്പോൾ നമ്പർ ഓഫ് പോൾസ് നമ്പർ ഓഫ് പാരലൽ പാത്തും ഈക്വൽ ആയിരിക്കും. സോ എയും പിയും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് അതിനെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. 247.7 into 60 divided by 5Z എന്ന് വരും അല്ലേ? സോ 5യുടെ വാല്യൂ എത്രയാണ്? 0.1 ആണ്. ഇസഡിൻ്റെ വാല്യൂ 120 into 8 ആണ്. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ് കിട്ടും. സ്പീഡ് എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 7. നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 774 RPM എന്നായിരിക്കും നമ്മുടെ എന്ത് കിട്ടുന്നത്? നമ്മുടെ മെഷീൻ്റെ സ്പീഡ് കിട്ടുന്നത്. സോ ഇനി നമുക്ക് ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാലോ. നമുക്ക് ഇ ബി കിട്ടി, എൻ കിട്ടി, ഐ നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടോർക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടോർക്ക് ജനറേറ്റഡ് ടോർക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാലോ. ജനറേറ്റഡ് ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു 9.55 ഇൻറ്റു ഇ ബി ഐ എ ഡിവൈഡഡ് ബൈ എൻ ആണ്. ഇ ബിയുടെ വാല്യൂ എത്രയാണ്? ഇ ബി ഈസ് ഈക്വൽ ടു 247.7 അല്ലേ? സോ 9.55 ഇൻറ്റു 247.7 ഇൻറ്റു ഐ എയുടെ വാല്യൂ എത്രയാണ്? ഐ ഈസ് ഈക്വൽ ടു 23 എന്നല്ലേ നമുക്ക് കിട്ടിയായിരുന്നത്? ഇൻറ്റു 23 ഡിവൈഡഡ് ബൈ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 774. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ടോർക്ക് ജനറേറ്റഡ് കിട്ടും. ടോർക്ക് ജനറേറ്റർ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 70 പോയിന്റ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. സോ നമുക്ക് 70.28 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും നമ്മുടെ ജനറേറ്റഡ് ടോർക്ക്. ഏത് ഇക്വേഷൻ വെച്ച്? 9.55 ഇ ബി ഐ എ ഡിവൈഡഡ് ബൈ എൻ ചോദിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ജനറേറ്റഡ് ടോർക്ക് 70.28 ന്യൂട്ടൺ മീറ്റർ എന്ന് വരും. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? റൊട്ടേഷണൽ ലോസസ് തന്നിട്ടുണ്ട് അല്ലേ? 8 വാട്ട് എന്ന് റൊട്ടേഷണൽ ലോസ് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ജനറേറ്റഡ് ടോർക്കിൽ നിന്ന് ഈ ലോസസ് അങ്ങ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ യൂസ്ഫുൾ ടോർക്ക് കിട്ടും. സോ എങ്ങനെ നമുക്കിനി യൂസ്ഫുൾ ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? യൂസ്ഫുൾ ടോർക്ക്, അപ്പോൾ ടോർക്ക് യൂസ്ഫുൾ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? നമ്മൾ ജനറേറ്റ് ചെയ്ത ടോർക്ക് ദാറ്റ് ഈസ് 70.28 മൈനസ് നമ്മുടെ ലോസസ് അല്ലേ? ലോസസ് എത്രയാണ്? 8 വാട്ട്. അത് വാട്ട്സിലാണ് തന്നേക്കുന്നത്. നമുക്കതിനെ ന്യൂട്ടൺ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം പവർ ഈസ് ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു ഒമേഗയാണ്. സോ ടോർക്ക് ഈസ് ഈക്വൽ ടു പവർ ബൈ ഒമേഗയാണ്. സോ നമ്മുടെ ലോസസ് എത്രയായിരുന്നു? 8 വാട്ട്സ്. 8 നമ്മൾ ന്യൂട്ടൺ മീറ്ററിൻ്റെ ടൈമിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ 8 ഡിവൈഡഡ് ബൈ 2πn/60. എന്നിൻ്റെ വാല്യൂ നമ്മളിവിടെ ചെയ്തിട്ടുണ്ടല്ലോ 774 ബൈ 60 വരുമ്പോൾ 60 മോളിൽ പോകും. സോ അതിൽ നിന്ന് നമുക്ക് 70.28 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ടോർക്ക് കിട്ടും. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 60.3 ന്യൂട്ടൺ മീറ്റർ എന്ന് വരും. സോ ഇതായിരിക്കും നമ്മുടെ ആൻസർ. അതായത് നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്ത്? നമ്മൾ ബാക്ക് ഇ എം എഫ് കാൽക്കുലേറ്റ് ചെയ്തു. ബാക്ക് ഇ എം എഫിൻ്റെ ഡേറ്റ വെച്ചിട്ട് 5Zn/60 ഇൻറ്റു P/A എന്ന് നമ്മൾ നെക്സ്റ്റ് നമ്മൾ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്തു. സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 9.55 ഇ ബി ഐ എ ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ ജനറേറ്റഡ് ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ലോസസ് നമുക്ക് തന്നിട്ടുണ്ട്. ജനറേറ്റഡ് ടോർക്കിൽ നിന്ന് ലോസസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ യൂസ്ഫുൾ ടോർക്ക് പ്രൊഡ്യൂസ് ബൈ ദ മെഷീൻ കിട്ടും. സോ ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ സൊല്യൂഷൻ. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. സോ അടുത്ത ക്വസ്റ്റിനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, നമ്മൾ അതിൻ്റെ ക്വസ്റ്റിന് ബി പാർട്ട് ഉണ്ടായിരുന്നല്ലോ, അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോട്ടോഴ്സും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ ആപ്ലിക്കേഷനുമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോട്ടോഴ്സ് എന്ന് നോക്കാം. നമുക്കറിയാം എങ്ങനെയാണ് നമ്മുടെ ഫീൽഡ് വൈൻഡിങ്, ഒരു മോട്ടറിൻ്റെ ഫീൽഡ് വൈൻഡിങ് എങ്ങനെയാണ് ആർമേച്ചറിലോട്ട് കണക്ട് ചെയ്തേക്കുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് 3 ടൈപ്പ് ഓഫ് സെൽഫ് എക്സൈറ്റഡ് മോട്ടോഴ്സാണ് നമുക്കുള്ളത്. ഒന്ന് DC ഷണ്ട് മോട്ടർ, അടുത്തത് DC സീരീസ് മോട്ടർ, അടുത്തത് DC കോമ്പൗണ്ട് മോട്ടർ. DC ഷണ്ട് മോട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഷണ്ട് വൈൻഡിങ് ആർമേച്ചറിന് പാരലായിട്ടായിരിക്കും കണക്ട് ചെയ്തേക്കുന്നത്. സീരീസ് മോട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ സീരീസ് ഫീൽഡ് വൈൻഡിങ് ആർമേച്ചറിന് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തേക്കുന്നത്. കോമ്പൗണ്ട് മോട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ട്? നമുക്ക് ഷണ്ട് വൈൻഡിങ്ങും കാണും, അവിടെ സീരീസ് വൈൻഡിങ്ങും കാണും. ഇനി അതിൻ്റെ കണക്ഷനെ ഡിപ്പെൻഡ് ചെയ്ത് വീണ്ടും അതിനെ തിരിച്ചിട്ടുണ്ട് ഷോർട്ട് ഷണ്ടും ലോങ് ഷണ്ടും. അതായത് നമ്മുടെ ഫീൽഡ് വൈൻഡിങ് എങ്ങനെയാണ് ആർമേച്ചറുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഷോർട്ട് ഷണ്ടും ലോങ് ഷണ്ടും വരുന്നത്. ഈ ഷോർട്ട് ഷണ്ടിലും ലോങ് ഷണ്ടിലും തന്നെ വീണ്ടും നമുക്ക് ക്യുമുലേറ്റീവ് കോമ്പൗണ്ടും ഡിഫറൻഷ്യൽ കോമ്പൗണ്ടും ഉണ്ടാകും. ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സീരീസ് ഫീൽഡും ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും, ഷണ്ട് ഫീൽഡും ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ രണ്ട് ഫ്ലക്സും എയ്ഡിങ് ആണെങ്കിൽ അല്ലെങ്കിൽ ആഡ് ചെയ്താണ് വരുന്നതെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് എന്ന് പറയും. അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡിഫറൻസ് ആയിരിക്കും. അതായത് ഷണ്ട് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും സീരീസ് ഫീൽഡ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നെറ്റ് ഫ്ലക്സ് ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ?
സോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഡിഫറൻസ്, അത് ഡിഫറൻസ് കോമ്പൗണ്ട് മോട്ടോർ എന്ന് പറയുമ്പോൾ. സോ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്, 2 ഫ്ലക്സും ആഡ് ചെയ്യും. ഇവിടെ വരുമ്പോൾ 2 ഫ്ലക്സും സബ്ട്രാക്ട് ചെയ്യുക ചെയ്യുന്നത്, അപ്പോൾ ഫ്ലക്സ് കുറയുക ചെയ്യുന്നത്. അതാണ് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടോർ എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോട്ടോർ. ഇനി നമ്മുടെ ഈ ഓരോ മോട്ടറിനെയും ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ ആപ്ലിക്കേഷനും നമുക്കൊന്ന് നോക്കാം. സോ നമ്മളതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഓരോ മോട്ടറിലും നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ടോർക്ക് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ടോർക്ക് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഓൾസോ നമ്മൾ കൂടും ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നും അതിനെ വിളിക്കും. അതായത് ടോർക്കും ആർമേച്ചർ കറണ്ടും തമ്മിൽ നമ്മൾ ആ മോട്ടറിൻ്റെ ഒരു പ്ലോട്ട് വരച്ച് കഴിഞ്ഞാൽ അതിനാണ് ടോർക്ക് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്പീഡ് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്. വേറൊരെണ്ണമാണ് ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഈ 3 പ്ലോട്ടുകളാണ് ഓരോ മോട്ടറിനും നമ്മൾ പഠിക്കുന്നത്. ഇനി ഓരോ മോട്ടറിനും ഈ 3 പ്ലോട്ടും എങ്ങനെയാണ് വരുന്നത്, എന്തായിരിക്കും അതിൻ്റെ ഷേപ്പ്, എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന DC ഷണ്ട് മോട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. DC ഷണ്ട് മോട്ടറിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ആർമേച്ചർ വൈൻഡിങ്ങിന് പാരലായിട്ടായിരിക്കും നമ്മുടെ ഫീൽഡ് അല്ലെങ്കിൽ ഷണ്ട് ഫീൽഡ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ DC ഷണ്ട് മോട്ടർ എന്ന് നമ്മൾ പറയുന്നത്. സോ ഒരു DC ഷണ്ട് മോട്ടർ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ, നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുവാണെങ്കിൽ ഈ ഷണ്ട് മോട്ടറിനെ സംബന്ധിച്ച് നമ്മുടെ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്കറിയാം ISH അല്ലെങ്കിൽ ഫൈ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു V ആണ്. സോ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഫൈ എന്ന് പറയുന്ന ISH അല്ലെങ്കിൽ ഫൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ നമ്മളൊരു DC ഷണ്ട് മോട്ടർ എന്ന് പറയുമ്പോൾ അവിടെ ഫ്ലക്സ് എന്ന് പറയുന്ന സാധനം നമ്മളൊരു കോൺസ്റ്റന്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഫ്ലക്സിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല. ഫ്ലക്സ് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മുടെ മെഷീൻ്റെ ഫ്ലക്സിന്റെ വാല്യൂയും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി നമുക്കറിയാം ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ടോർക്ക് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫസ്റ്റ് നമ്മൾ DC ഷണ്ട് മോട്ടറിനെ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ഏതൊരു മോട്ടർ എടുത്താലും അതിൻ്റെ ടോർക്ക് ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ടോർക്ക് ഈസ് പ്രപ്പോർഷണൽ ടു ഫൈ ഇൻറ്റു IA. അതൊരു ജനറൽ ഇക്വേഷൻ ആണ്. നമ്മളതിൻ്റെ ടോർക്ക് ഇക്വേഷനിൽ നിന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഫൈ ഇൻറ്റു IA എന്ന്. സോ നമുക്കറിയാം ഷണ്ട് മോട്ടറിൽ ഞാൻ പറഞ്ഞു എന്താണ് നമ്മുടെ ഫ്ലക്സിൻ്റെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആണ്. ഫ്ലക്സ് ചേഞ്ച് ചെയ്യത്തില്ല. ഫ്ലക്സിൻ്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, T ഈസ് പ്രപ്പോർഷണൽ ടു IA എന്ന് എഴുതാൻ പറ്റും അല്ലേ. T ഈസ് പ്രപ്പോർഷണൽ ടു IA എന്ന് പറയുമ്പോൾ നമ്മുടെ ടോർക്ക് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഏതായിരിക്കും, ഇതായിരിക്കും. ഇവിടെ ടോർക്ക് ഇവിടെ ആർമേച്ചർ കറണ്ട് ആണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആയിരിക്കും എൻ്റെ എന്ത് ടോർക്ക് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ആർമേച്ചർ കറണ്ട് കൂടുന്നതോറും അല്ലെങ്കിൽ മെഷീൻ ലോഡ് ചെയ്യുന്നതോറും അതിൻ്റെ ടോർക്കിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്പീഡ് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അവിടെ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. നമുക്കറിയാം മോട്ടറിൻ്റെ ഇക്വേഷനിൽ N ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു EB/φ. അതൊന്നും ബാക്ക് EMFൻ്റെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണിത്. EB = 5ZN/60 × P/N എന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലേ. അത് നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് N ഈസ് പ്രപ്പോർഷണൽ ടു EB/φ എന്ന് വരും. നമുക്കറിയാം ഫൈ എന്ന് പറയുന്നത് എന്താ, ഷണ്ട് മോട്ടറിന് കോൺസ്റ്റന്റ് ആണ്. സോ N ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു EB എന്ന് വരും. EB എന്താണ്, EB = V - IARA ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, സ്പീഡ് ഈസ് പ്രപ്പോർഷണൽ ടു V - IARA എന്ന് പറയാൻ പറ്റും. സോ നമ്മൾ ലോഡ് ചെയ്യുന്നതോറും ചെറിയൊരു IARA ഡ്രോപ്പ് നമ്മുടെ ആർമേച്ചർ വൈൻഡിങ്ങിൽ ഉണ്ടാവും. അത് നമ്മുടെ V ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും, വളരെ സ്മോൾ ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, സ്പീഡിലെ ഡ്രൂപ്പ് എന്ന് പറയുന്നത് അത്ര സിഗ്നിഫിക്കൻ്റ് അല്ല നമ്മുടെ DC ഷണ്ട് മോട്ടറിൽ. അതായത് ചെറിയൊരു ഡ്രൂപ്പിങ്ങേ നമുക്ക് നമ്മുടെ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സിന് ഉണ്ടാവുള്ളൂ. ഈ ഡ്രൂപ്പിന് കാരണം ഈ IARA എന്ന് പറയുന്ന ചെറിയൊരു ഡ്രോപ്പാണ്. സോ DC ഷണ്ട് മോട്ടറിന് നമുക്കൊരു ഏകദേശം ഒരു കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടർ എന്ന് പറയാൻ പറ്റും. കാരണം സ്പീഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് അത്ര സിഗ്നിഫിക്കൻ്റ് അല്ല, ചെറിയൊരു ചേഞ്ചേ വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ DC ഷണ്ട് മോട്ടറിനെ കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടർ എന്നാണ് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ സ്പീഡ് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്കറിയാം ഇവിടെ 2 ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആർമേച്ചർ കറണ്ട് കൂടുമ്പോൾ ടോർക്ക് കൂടുന്നു, ആർമേച്ചർ കറണ്ട് കൂടുമ്പോൾ സ്പീഡ് കുറയുന്നു. സോ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ ഈ പറഞ്ഞ സ്പീഡ് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് പോലെ കിട്ടും. ചെറിയൊരു ഡ്രൂപ്പിംഗ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഡ്രൂപ്പിംഗ് വരാൻ കാരണം നമ്മുടെ IARA ഡ്രോപ്പ് ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ DC ഷണ്ട് മോട്ടറിൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. നിങ്ങൾ ഓരോ ക്യാരക്ടറിസ്റ്റിക്സും ജസ്റ്റ് മെൻഷൻ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്ലോട്ട് വരയ്ക്കുക. നമുക്ക് അടുത്ത മോട്ടർ നോക്കാം, അല്ല ഇതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടറാണ് അല്ലേ. DC ഷണ്ട് മോട്ടർ എന്ന് വെച്ചൊരു കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടറാണ്. അത് വേരിയേഷൻ വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റന്റ് സ്പീഡ് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസിലായിരിക്കും നമ്മളത് യൂസ് ചെയ്യുന്നത്. സോ ലെയ്ത്ത്, ഡ്രില്ലിംഗ് മെഷീൻ, കംപ്രസർ, ബ്ലോവർ, അങ്ങനെ കോൺസ്റ്റന്റ് സ്പീഡ് വേണ്ട ആപ്ലിക്കേഷൻസിൽ ആയിരിക്കും നമ്മൾ DC ഷണ്ട് മോട്ടർ യൂസ് ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് മോട്ടർ കാണാം. നെക്സ്റ്റ് മോട്ടർ ഈസ് DC സീരീസ് മോട്ടർ. സോ DC സീരീസ് മോട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എങ്ങനെയാണ് നമ്മുടെ കണക്ഷൻ വരുന്നത്. ഇത് നമ്മുടെ ആർമേച്ചറിന് സീരീസ് ആയിട്ടായിരിക്കും നമ്മുടെ ഇത് കണക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു.
ഇതാണ് നമ്മുടെ കറണ്ട്, ആർമേച്ചർ കറണ്ട്. ഈ സെയിം ആർമേച്ചർ കറണ്ട് തന്നെയായിരിക്കും നമ്മുടെ ഫീൽഡിൽ കൂടെയും പാസ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ നമുക്കൊരു ബാക്ക് EMF ഉണ്ടാവും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ ഇതാണ് നമ്മുടെ സീരീസ് വൈൻഡിങ്ങിൻ്റെ സീരീസ് മെഷീൻ്റെ അല്ലെങ്കിൽ DC സീരീസ് മെഷീൻ്റെ ഫിഗറാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് ടോർക്ക് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ നമുക്കറിയാം ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫൈ ഇൻറ്റു ഏതൊരു ജനറൽ ഇക്വേഷൻ ആണ്. സോ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഫ്ലക്സ് എന്ന് പറയുന്നത് ഇസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ത്രൂ ദ ഫീൽഡ് വൈൻഡിങ്. സോ ഫൈ ഈസ് പ്രൊപ്പോർഷണൽ ടു ISC ആണ്. ദിസ് ISC ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്, എഗെയിൻ നമ്മുടെ ആർമേച്ചർ കറണ്ടിന് പ്രൊപ്പോർഷണൽ ആണ്. സോ ഇവിടെ വരുമ്പോൾ എങ്ങനെ വരും, നമുക്ക് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു IA സ്ക്വയർ എന്ന് വരും അല്ലേ. ഫ്ലക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു IA, കാരണം ആർമേച്ചറിന് സീരീസ് ആയിട്ടാണ് സീരീസ് ഫീൽഡ് വൈൻഡിങ് വയ്ക്കുന്നത്. സോ ആർമേച്ചർ കറണ്ട് തന്നെയായിരിക്കും സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിനെ ഫ്ലോ ചെയ്യുന്നത്. സോ ഫൈ ഈസ് പ്രൊപ്പോർഷണൽ ടു IA എന്ന് എഴുതാൻ പറ്റും. സോ കമ്പൈൻ ചെയ്യുമ്പോൾ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു IA സ്ക്വയർ എന്ന് വരും അല്ലേ. അപ് ടു സാച്ചുറേഷൻ വരെ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു IA സ്ക്വയർ ആണ്. സാച്ചുറേഷൻ എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, പിന്നെ ഫ്ലക്സിൽ ഇൻക്രീസ് ഇല്ല, ഫ്ലക്സ് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ പിന്നത്തെ പോർഷനിൽ എങ്ങനെയായിരിക്കും, ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു IA എന്നായിരിക്കും. സോ ഇനീഷ്യൽ പോർഷനിൽ നമുക്ക് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു IA സ്ക്വയർ എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ഹൈപ്പർബോള വരെ പോയിട്ട് പിന്നെ അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ആഫ്റ്റർ സാച്ചുറേഷൻ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു I ആണ്. പിന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ആയിരിക്കും നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് പോകുന്നത്, ടോർക്ക് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി അടുത്തതാണ് സ്പീഡ് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്. സ്പീഡ് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ നമുക്കറിയാം സ്പീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു EB/5. ഇവിടെ നമ്മുടെ ഫ്ലക്സ് കോൺസ്റ്റന്റ് അല്ല അല്ലേ, ഫ്ലക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ കറണ്ട് ആണ്. സോ ആർമേച്ചർ കറണ്ട് 0 ആകുമ്പോൾ ഫ്ലക്സിന്റെ വാല്യൂ 0 ആയിരിക്കും. സോ നോ ലോഡ് കണ്ടീഷനിൽ ഒരു ഹൈ സ്പീഡിലോട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റി നമ്മുടെ ഈ സീരീസ് മോട്ടറിനുണ്ട്. അതായത് ഫ്ലക്സിന്റെ വാല്യൂ 0 ആണെങ്കിൽ എന്നിന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലോട്ട് പോകും. അതായത് നോ ലോഡ് കണ്ടീഷനിൽ ഹൈ സ്പീഡിലോട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റി നമ്മുടെ DC സീരീസ് മോട്ടറിലുണ്ട്. അപ്പോൾ സീരീസ് മോട്ടർ എപ്പോഴും നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ ഒരു ലോഡിലിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, നോ ലോഡിൽ ഒരിക്കലും സീരീസ് മോട്ടർ സ്റ്റാർട്ട് ചെയ്യില്ല. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ലോഡിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ആർമേച്ചർ കറണ്ടിന്റെ വാല്യൂ 0 ആകുമ്പോൾ സ്പീഡ് ഭയങ്കര ഹൈ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോഡ് ചെയ്യുന്നതോറും എന്ത് സംഭവിക്കും, ഫ്ലക്സിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും അല്ലേ. ഫ്ലക്സിന്റെ വാല്യൂ കൂടുമ്പോൾ എന്ത് സംഭവിക്കും, എന്നിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. ലോഡ് ചെയ്യുമ്പോൾ ഫ്ലക്സ് കൂടും, ഫ്ലക്സ് കൂടുമ്പോൾ എന്നിന്റെ വാല്യൂ കുറയും. സോ നമുക്കൊരു ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും കിട്ടുന്നത്. സോ നമുക്ക് ഈ സീരീസ് മോട്ടർ എന്ന് വെച്ചൊരു വേരിയബിൾ സ്പീഡ് മോട്ടറാണ്. അതിന്റെ സ്പീഡ് അതിനൊരു ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും നമുക്ക് വരുന്നത്. അതൊരു ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഡ്രൂപ്പ് ചെയ്യുന്ന ഒരു ക്യാരി ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. എന്നിട്ട് ലോഡ് ചെയ്ത് നമ്മുടെ മെഷീൻ സാച്ചുറേഷനിലോട്ട് പോയി കഴിയുമ്പോൾ എന്താ പറ്റുന്നത്, ഫൈയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. ഫൈയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയി N ഈസ് പ്രൊപ്പോർഷണൽ ടു EB എന്ന് വരും. പിന്നെ അതൊരു ഏകദേശം ഒരു കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. സോ ഇതൊരു വേരിയബിൾ സ്പീഡ് മോട്ടർ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഹൈ ആയിരിക്കും. ഈ മെഷീൻ്റെ സ്റ്റാർട്ടിംഗ് ടോർക്കിന്റെ വാല്യൂ ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് വേണ്ട ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ നോർമലി നമ്മൾ ഈ പറഞ്ഞ DC സീരീസ് മോട്ടോഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാലും അത് നമ്മുടെ സ്പീഡ് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് സെയിം ആയിരിക്കും. അതായത് ഒരു ഡ്രൂപ്പിംഗ് ക്യാരി ആയിരിക്കും, അതായത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഡ്രൂപ്പ് ചെയ്യുന്ന ഒരു ക്യാരി ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. ഇതാണ് DC സീരീസ് മോട്ടറിന്റെ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു, ഇതിന് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കാണ്. സോ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് വേണ്ട ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ DC സീരീസ് മോട്ടർ യൂസ് ചെയ്യുന്നത്. അതായത് ട്രാക്ഷൻ, ഹോയ്സ് ആൻഡ് ക്രെയിൻ, ലിഫ്റ്റ്, പിന്നെ അതുപോലെ തന്നെ കൺവെയർ. സോ ഇങ്ങനെയുള്ള ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് റിക്വയർ വേണ്ട സന്ദർഭങ്ങളിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഈ DC സീരീസ് മോട്ടർ നമ്മൾ യൂസ് ചെയ്യും. ഇനി നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമ്പൗണ്ട് മോട്ടർ. അപ്പോൾ നമ്മൾ ഷണ്ട് മോട്ടർ കണ്ടു, സീരീസ് മോട്ടർ കണ്ടു. അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന കോമ്പൗണ്ട് മോട്ടർ ആയിരിക്കും. കോമ്പൗണ്ട് മോട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, സീരീസ് വൈൻഡിങ്ങും ഉണ്ടാവും, ഷണ്ട് ഫീൽഡ്, അത് സീരീസ് ഫീൽഡും കാണും ഷണ്ട് ഫീൽഡും കാണും. രണ്ടിൻ്റെയും ഒരു ആക്ഷൻ വഴിയായിരിക്കും അവിടെ നെറ്റ് ഫ്ലക്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അവിടെ വരുമ്പം ഇൻ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടറിൽ നമുക്ക് എന്താ പറയുക, സീരീസ് ഫ്ലക്സ് എയ്ഡ്സ് ഷണ്ട് ഫ്ലക്സ്. സീരീസ് ഫ്ലക്സും നമ്മുടെ ഷണ്ട് ഫ്ലക്സും എയ്ഡ് ചെയ്തായിരിക്കും വരുന്നത്. അന്നേരം നമ്മൾ മെഷീനിൽ ലോഡ് ചെയ്യുന്നതോറും എന്ത് സംഭവിക്കും, ഫ്ലക്സിന്റെ വാല്യൂ കൂടും. വെൻ എന്ത് IA നമ്മുടെ മെഷീനിൽ ലോഡ് ചെയ്യുന്നതോറും ഫ്ലക്സിന്റെ വാല്യൂ കൂടും. എവിടെ, ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മെഷീനിൽ. ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മെഷീനിൽ എന്താ, നമ്മുടെ സീരീസ് ഫ്ലക്സ് എന്ന് വെച്ചാൽ ഷണ്ട് ഫ്ലക്സിനെ എന്താ ചെയ്യുന്നത്, ഒപ്പോസ് ചെയ്യുന്നത് അല്ലേ. സോ നമ്മൾ ലോഡ് ചെയ്യുന്നതോറും അല്ലെങ്കിൽ IAയുടെ വാല്യൂ കൂടുന്തോറും എന്ത് സംഭവിക്കും, നമ്മുടെ മെഷീനിലെ ഫ്ലക്സിന്റെ വാല്യൂ കുറഞ്ഞിരിക്കും. സോ നമുക്കറിയാം ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു 5 ഇൻറ്റു IA, അതുപോലെ N ഈസ് പ്രൊപ്പോർഷണൽ ടു EB/5. നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ് അല്ലേ. സോ നമ്മൾ ലോഡ് ചെയ്യുന്നതോറും എന്ത് സംഭവിക്കും, ആർമേച്ചർ കറണ്ട് കൂടും. ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മെഷീൻ ആണെങ്കിൽ നമ്മൾ ലോഡ് ചെയ്യുന്നതോറും ആർമേച്ചർ കറണ്ട് കൂടും. അന്നേരം ഫ്ലക്സിന്റെ വാല്യൂ കൂടും. ഫ്ലക്സിന്റെ വാല്യൂ കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ടോർക്കിന്റെ വാല്യൂ ഇത് നമ്മൾ ഷണ്ട് മെഷീൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഷണ്ട് മെഷീനേക്കാളും കൂടുതലായിരിക്കും ക്യുമുലേറ്റീവ് കോമ്പൗണ്ടിൽ. കാരണം സീരീസ് ഫീൽഡിന്റെ ഫ്ലക്സും കൂടെ ആഡ് ചെയ്ത് ഫ്ലക്സിന്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഡിഫറൻഷ്യൽ കോമ്പൗണ്ടിൽ വരുമ്പോഴോ നെറ്റ് ഫ്ലക്സ് കുറയുക ചെയ്യുന്നത്. സോ ഷണ്ടിനേക്കാളും കുറഞ്ഞത് ഇങ്ങനെയായിരിക്കും ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടറിന്റെ ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് നമ്മൾ സ്പീഡ് വേഴ്സസ് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ നമുക്കറിയാം ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മെഷീനിൽ നമുക്കറിയാം ഫ്ലക്സിന്റെ വാല്യൂ കൂടുക ചെയ്യുന്നത് അല്ലേ. സോ
സോ ഫ്ലെക്സിൻ്റെ വാല്യൂ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? സ്പീഡ് കുറയുക ചെയ്യുന്നത്. സോ ഷണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ക്യുമുലേറ്റീവിൻ്റെ സ്പീഡ് അതിലും കുറവായിരിക്കും. ഇനി നമുക്ക് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് എന്ന് പറയുമ്പം ലോഡ് ചെയ്യുമ്പം ഫ്ലെക്സിൻ്റെ വാല്യൂ കൂടുക ചെയ്യുന്നത്. ഫ്ലെക്സിൻ്റെ വാല്യൂ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് ലോഡ് ചെയ്യുന്നതോറും ഫ്ലെക്സിൻ്റെ വാല്യൂ കുറയുക ചെയ്യുന്നത്. കുറയുമ്പോൾ എന്ത് സംഭവിക്കും? സ്പീഡിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. സോ ഷണ്ടിനേക്കായും കൂടിയത് ഇങ്ങനെ പോകും. ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടോർ നമ്മൾ ലോഡ് ചെയ്യുന്നതോറും അതിൻ്റെ സ്പീഡ് ഇങ്ങനെ കൂടിയേ വരുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മെഷീൻ ആണെങ്കിൽ നമ്മൾ ലോഡ് ചെയ്യുന്നതോറും അതിൻ്റെ സ്പീഡ് കുറഞ്ഞു വരും. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഏരിയ ഓഫ് ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. സോ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടർ ആണെങ്കിൽ ദീസ് മോട്ടോർസ് ഹാവ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കാണ്. സീരീസ് മോട്ടറിനെ പോലെ തന്നെ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കാണ്. സോ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് വരേണ്ട ആപ്ലിക്കേഷൻസിലായിരിക്കും നമ്മളിത് യൂസ് ചെയ്യുന്നത്. എലിവേറ്റർ, റോളിംഗ് മില്ല്, പഞ്ചസ്, പ്ലെയിനേഴ്സ്. സോ അങ്ങനെ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് വരേണ്ട ആപ്ലിക്കേഷൻസിൽ നമ്മൾ കോമ്പൗണ്ട് മോട്ടർ, എസ്പെഷ്യലി ദിസ് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടർ യൂസ് ചെയ്യും. ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടറിനെ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്? ലോഡ് ചെയ്യുന്നതോറും ഇങ്ങനെ സ്പീഡ് കൂടി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരിക്കലും അതിനൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ പറ്റത്തില്ല. ദ സ്പീഡ് ഓഫ് ദിസ് മോട്ടോർസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ലോഡ് വിച്ച് ലീഡ്സ് ടു അൺസ്റ്റേബിൾ ഓപ്പറേഷൻ. സോ അതിന് നമ്മൾ ഈ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടർ നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല അധികം. അത് കാരണം അതിൻ്റെ ആ ഇൻക്രീസിങ് ക്യാരക്ടറിസ്റ്റിക്സ് കാരണം നമുക്കതൊരു ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോട്ടോഴ്സും. ഓരോ മോട്ടറിൻ്റെയും 3 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കണ്ടു. സീരീസ് മോട്ടറിന് കണ്ടു, ഷണ്ട് മോട്ടറിന് കണ്ടു, കോമ്പൗണ്ട് മോട്ടറിന് കണ്ടു. കോമ്പൗണ്ട് മോട്ടറിൽ തന്നെ നമുക്ക് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് ഉണ്ടാവും, അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ കോമ്പൗണ്ടും ഉണ്ടാവും. സോ ഇതാണ് ഡിഫറെൻറ്റ് DC മോട്ടോഴ്സിൻ്റെ ആപ്ലിക്കേഷൻസും ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതായത് പാർട്ട് ബിയിൽ മൊഡ്യൂൾ 3 എന്ന് വന്നിരിക്കുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നമുക്കൊരു പ്രോബ്ലം ആണ്. അതായത് 500 വോൾട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ലേ. DC ഷണ്ട് മോട്ടർ ഹാസ് എ നോ ലോഡ് സ്പീഡ് ഓഫ് 1200 RPM. ദ ലൈൻ കറണ്ട് ഇസ് ബീയിങ് 5 ആംപിയർ. നോ ലോഡിലെ കറണ്ട് 5 ആംപിയർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. വെൻ ഫുള്ളി ലോഡഡ് ദ ലൈൻ കറണ്ട് ഈസ് 30 ആംപിയർ. ഫുൾ ലോഡ് കറണ്ട് 30 ആംപിയർ ആണെന്നും തന്നിട്ടുണ്ട്. If the shunt field resistance is 250 ohm and the armature resistance is 1.1 ohm, calculate the full load speed. Full load speed calculate ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ഡിസ്ക്രൈബ് വിത്ത് ദ എയ്ഡ് ഓഫ് എ സർക്യൂട്ട് ഡയഗ്രാം സ്വിൻബേൺസ് ടെസ്റ്റ്, DC മെഷീൻ്റെ സ്വിൻബേൺസ് ടെസ്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്വിൻബേൺസ് ടെസ്റ്റ് ഫോർ എസ്റ്റിമേറ്റിംഗ് ദ efficiency of a DC shunt machine. What are the advantages and disadvantages of this method? ആണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് നമുക്ക് പ്രോബ്ലം നോക്കാം. പ്രോബ്ലം നമുക്ക് ചോദിച്ചിരിക്കുന്നത് DC ഷണ്ട് മോട്ടറിനാണ് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ഗിവൺ ഡേറ്റ? ഏതൊക്കെയാണ്? വോൾട്ടേജ് തന്നിട്ടുണ്ട് 500 വോൾട്ട്, സ്പീഡ് തന്നിട്ടുണ്ട് 1200 RPM, പിന്നെ നോ ലോഡിൽ ലൈൻ കറണ്ട് തന്നിട്ടുണ്ട് 5 ആംപിയർ, ഫുൾ ലോഡിൽ ലൈൻ കറണ്ട് തന്നിട്ടുണ്ട് 30 ആംപിയർ, ഫീൽഡ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 250 ഓം, പിന്നെ ആർമേച്ചർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 1.1 ഓം. സോ ആദ്യം നമുക്ക് നോ ലോഡ് കണ്ടീഷനിലും അതുപോലെ തന്നെ നമ്മുടെ ഫുൾ ലോഡ് കണ്ടീഷനിലുള്ള നോ ലോഡിലും ഫുൾ ലോഡ് കണ്ടീഷനിലുള്ള നമുക്ക് ബാക്ക് EMF നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ അങ്ങനെ അതിന് നമ്മൾ ഫിഗർ ഒന്ന് വരയ്ക്കുക. അതായത് നമ്മുടെ മോട്ടറിൻ്റെ ഫിഗർ വരയ്ക്കുമ്പം ഇത് നമ്മുടെ ആർമേച്ചർ, ഫീൽഡ് വൈൻഡിങ്, ഇതിലോട്ട് നമ്മൾ നമ്മുടെ സപ്ലൈ കൊടുത്തേക്കുന്നു. സപ്ലൈ വോൾട്ടേജ് V എന്ന് തന്നിട്ടുണ്ട്. നോ ലോഡിലെ ലൈൻ കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് 5 ആംപിയർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇനി ISH, ഇതാണ് ഷണ്ട് ഫീൽഡിൽ കൂടെ പോകുന്ന കറണ്ട്, ഇതാണ് നമ്മുടെ ആർമേച്ചർ കറണ്ട്. സോ നോ ലോഡിൽ നമുക്ക് EB കാൽക്കുലേറ്റ് ചെയ്യണം, ബാക്ക് EMF കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിന് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം ISHൻ്റെ വാല്യൂ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ISH എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വോൾട്ടേജ് തന്നിട്ടുണ്ട്, എത്രയാണ്? 500 വോൾട്ട് ആണ് അല്ലേ. സോ 500 ഡിവൈഡഡ് ബൈ RSH ചെയ്താൽ മതി. RSHൻ്റെ വാല്യൂ അല്ലെങ്കിൽ RFൻ്റെ വാല്യൂ 250 ആണ്. സോ ISH എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. വോൾട്ടേജ് 500 ആണ് അല്ലേ. 500 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ്? 250. സോ നമുക്ക് എത്ര കിട്ടും? 2 ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ കറണ്ട്, ഈ ഫീൽഡിൽ കൂടെ പോകുന്ന കറണ്ട് 2 ആംപിയർ എന്ന് കിട്ടി. 5 ആംപിയർ ലൈനിൽ വരുന്നുണ്ട്. അപ്പോൾ ആർമേച്ചറിലേക്ക് കൂടെ എത്ര കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്? 5 - 2, അതായത് 3 ആംപിയർ ഫ്ലോ ചെയ്യും. ഇനി നമുക്ക് ബാക്ക് EMF ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാലോ. ബാക്ക് EMF എന്ന് വെച്ചാൽ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു V - IA/RA. ഇത് നോ ലോഡ് കണ്ടീഷനിലായതുകൊണ്ട് നമുക്കതിന് 0 അങ്ങോട്ട് എടുപ്പിന് EB 0 എന്ന് കൊടുക്കാം. സോ അതെങ്ങനെയാണ്? 500 മൈനസ് IS0യുടെ വാല്യൂ എത്രയാണ്? 3. ആർമേച്ചർ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 1.1 ആണ് അല്ലേ. സോ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 500 മൈനസ് 3.3 ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 496.7 വോൾട്ട് എന്ന് വരും അല്ലേ. ഇതാണ് നമ്മുടെ നോ ലോഡിലെ ബാക്ക് EMFൻ്റെ വാല്യൂ. ഇത് നമുക്ക് ഫുൾ ലോഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഫുൾ ലോഡിൽ ഇതുപോലെ തന്നെ നിങ്ങൾ ഫിഗർ വരച്ചേ. അതായത് നമ്മുടെ ആർമേച്ചർ വരച്ചു, ഫീൽഡ് വരച്ചു, ലൈൻ വരച്ചു, നമ്മുടെ വോൾട്ടേജ് അപ്ലൈ ചെയ്തു. ഈ വോൾട്ടേജിൻ്റെ വാല്യൂ എത്രയാണ്? 500 വോൾട്ടാണ്. നമുക്ക് ലൈൻ കറണ്ട് ഫുൾ ലോഡിൽ എത്രയെന്ന് തന്നിട്ടുണ്ട്? 30 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്.
ഷണ്ട് ഫീൽഡ് കറണ്ട് സെയിം തന്നെയായിരിക്കും. അത് എത്രയായിരിക്കും? 2 ആംപിയർ ആയിരിക്കും അല്ലേ. സോ 30 ആംപിയർ വരുന്നു, 2 ആംപിയർ ഫീൽഡിൽ കൂടെ പോകുന്നു. സോ ആർമേച്ചർ കറണ്ടിൻ്റെ വാല്യൂ എത്രയായിരിക്കും? IA ഈസ് ഈക്വൽ ടു 28 ആംപിയർ ആയിരിക്കും അല്ലേ. സോ ഇനി നമുക്ക് EB കാൽക്കുലേറ്റ് ചെയ്യാം. EB ഫുൾ ലോഡ് കണ്ടീഷനിൽ EBനെ EBF എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ EBF ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? V മൈനസ് IA RA. V എത്രയാണ്? 500 മൈനസ് IAയുടെ വാല്യൂ 28 ഇൻറ്റു RAയുടെ വാല്യൂ എത്രയായിരിക്കും? 1.1. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 469.2 വോൾട്ട് എന്ന് നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ നമുക്ക് എന്തറിയാം? നോ ലോഡിലെ ബാക്ക് EMF കാൽക്കുലേറ്റ് ചെയ്തു, ഫുൾ ലോഡിലെ ബാക്ക് EMF കാൽക്കുലേറ്റ് ചെയ്തു. സോ DC ഷണ്ട് മോട്ടറാണ്. അവിടെ നമ്മുടെ ഫ്ലക്സിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? N നോ ലോഡ് മൈനസ് N ഫുൾ ലോഡ് ഇസ് ഈക്വൽ ടു EB0 ഡിവൈഡഡ് ബൈ EB1. ഇവിടെ നമുക്ക് ഫുൾ ലോഡിലെ സ്പീഡല്ലേ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. സോ ഫുൾ ലോഡിലെ സ്പീഡ് എങ്ങനെയായിരിക്കും? NF ഈസ് ഈക്വൽ ടു N0 ഇൻറ്റു EB1 ഡിവൈഡഡ് ബൈ EB0. N0യുടെ വാല്യൂ എത്രയാണ്? 1200 ആണല്ലേ. 1200 ഇൻറ്റു EB ഫുൾ ലോഡ്. ഫുൾ ലോഡിൽ EBയുടെ വാല്യൂ 469.2 വോൾട്ട് ആയിരിക്കും. അതുപോലെ തന്നെ EB0യുടെ വാല്യൂ എത്രയായിരിക്കും? 496.7. 496.7. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പീഡ് എത്രയാണെന്ന് കിട്ടും? ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1133.56 RPM എന്ന് കിട്ടും. സോ ഇതായിരിക്കും നമ്മുടെ മെഷീൻ്റെ ഫുൾ ലോഡ് സ്പീഡ്. സോ ഇവിടെ എന്താണ് നമ്മൾ ചെയ്തത്? നോ ലോഡിലും ഫുൾ ലോഡിലെയും ഡേറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. സോ നോ ലോഡിലെ ബാക്ക് EMF കണ്ടുപിടിച്ചു, ഫുൾ ലോഡിലെയും ബാക്ക് EMF കണ്ടുപിടിച്ചു, നോ ലോഡ് സ്പീഡ് തന്നിട്ടുണ്ട്. സോ N1/N2 ഈസ് ഈക്വൽ ടു EB/E2 എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഫുൾ ലോഡ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്തു. സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അതിൻ്റെ സപ്പാർട്ടായിട്ട് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു സ്വിൻബേൺസ് ടെസ്റ്റ്. സോ എന്താണ് സ്വിൻബേൺസ് ടെസ്റ്റ്? സ്വിൻബേൺസ് ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ DC മെഷീനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇറ്റ് ഇസ് ആക്ച്വലി ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് DC മെഷീൻ. DC മെഷീൻ ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ്. നമ്മളിത് ആക്ച്വലി ഒരു നോ ലോഡ് ടെസ്റ്റാണ്. നോ ലോഡിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഈ നോ ലോഡിൽ ടെസ്റ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ കോൺസ്റ്റൻറ്റ് ലോസസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കും. കോൺസ്റ്റൻറ്റ് ലോസസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഈ കോൺസ്റ്റൻറ്റ് ലോസസിൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഏത് ലോഡ് കണ്ടീഷനിലും നമുക്ക് അതിൻ്റെ എഫിഷ്യൻസി പ്രീ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതാണ് സ്വിൻബേൺസ് ടെസ്റ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് ഇത് നോ ലോഡ് ടെസ്റ്റ് ആണ്. നോ ലോഡ് ടെസ്റ്റിലെ ഡേറ്റാസ് വെച്ചിട്ട് നമ്മൾ കോൺസ്റ്റൻറ്റ് ലോസസ് കാൽക്കുലേറ്റ് ചെയ്യും. കോൺസ്റ്റൻറ്റ് ലോസ് നമുക്കറിയാലോ, അത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതൊരിക്കലും മാറത്തില്ല. സോ ആ കോൺസ്റ്റൻറ്റ് ലോസസ് നോ ലോഡ് ടെസ്റ്റിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ കോൺസ്റ്റൻറ്റ് വാല്യൂ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ലോസിൻ്റെ വാല്യൂ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് ലോഡ് കണ്ടീഷനിലും, അതായത് ഏത് ലോഡ് കറണ്ടിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ എഫിഷ്യൻസി നമുക്ക് പ്രീഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതിന് നമ്മളൊരു സെപ്പറേറ്റ് ലോഡ് ടെസ്റ്റ് ചെയ്യണമെന്നില്ല. വിത്തൗട്ട് കണ്ടക്ടിങ് എ ലോഡ് ടെസ്റ്റ് വി ക്യാൻ പ്രീഡിറ്റർമിൻ ദ എഫിഷ്യൻസി ഓഫ് എ DC മെഷീൻ. DC മെഷീൻ്റെ എഫിഷ്യൻസി നമുക്ക് പ്രീഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതാണ് സ്വിൻബേൺസ് ടെസ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതൊരു ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് ആണ് DC മെഷീൻസ് ഇൻ വിച്ച് ലോസസ് ആർ മെഷേർഡ് സെപ്പറേറ്റ്ലി. നമ്മൾ സെപ്പറേറ്റ്ലി മെഷർ ചെയ്യും നോ ലോഡിൽ നിന്ന്. ആൻഡ് എഫിഷ്യൻസി അറ്റ് എനി ഡിസൈർഡ് ലോഡ് ഈസ് പ്രീഡിറ്റർമൈൻഡ്. ദ മെഷീൻ ഈസ് ആദ്യം നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെഷീനെ മോട്ടറായിട്ട് റൺ ചെയ്തിട്ടാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് ലോസസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഒരു മെഷീനിൽ നമ്മളെടുത്ത കോൺസ്റ്റൻറ്റ് ലോസസ് എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? നമുക്കറിയാം ഒരു മെഷീനിൽ ഉണ്ടാകുന്ന ലോസസ് ഏതൊക്കെയാണ്? കോപ്പർ ലോസ് ഉണ്ടാവും, അയൺ ലോസ് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ഫ്രിക്ഷൻ ആൻഡ് വിൻറ്റേജ് ലോസ് ഉണ്ടാവും, അതായത് മെക്കാനിക്കൽ ലോസ്, പിന്നെ സ്ട്രേ ലോഡ് ലോസും ഉണ്ടാവും. സോ ഇതിൽ നമ്മൾ കോൺസ്റ്റൻറ്റ് ലോസസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വൈൻഡിങ് ലോസ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ആർമേച്ചർ കോപ്പർ ലോസ് എന്ന് വെച്ചാൽ ആർമേച്ചർ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് ലോഡിനനുസരിച്ച് മാറും ആർമേച്ചർ കറണ്ട്. സോ അത് കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നോർമലി നമ്മൾ മെക്കാനിക്കൽ ലോസ് അല്ലേ, മെക്കാനിക്കൽ ലോസും അതുപോലെ തന്നെ അയൺ ലോസ്, അതുപോലെ തന്നെ ഷണ്ട് ഫീൽഡ് കോപ്പർ ലോസ്, ഈ ലോസ് ആണ് നമ്മൾ കോൺസ്റ്റൻറ്റ് ലോസസ് എന്ന് പറയുന്നത്. സോ ഈ ലോസസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമ്മുടെ നോ ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത്, അതായത് നമ്മുടെ മെഷീനെ മോട്ടറായിട്ട് റൺ ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ഈ നോ ലോഡ് ലോസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ കോൺസ്റ്റൻറ്റ് ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഈ കോൺസ്റ്റൻറ്റ് ലോസിൻ്റെ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ എഫിഷ്യൻസി പ്രീഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. സോ ഈ 3 ലോസസ് ആയിരിക്കും DC മെഷീനിലെ കോൺസ്റ്റൻറ്റ് ലോസസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? മെക്കാനിക്കൽ ലോസ്, അയൺ ലോസ്, ഷണ്ട് ഫീൽഡ് കോപ്പർ ലോസ്. മെക്കാനിക്കൽ ലോസസിൽ ഏതൊക്കെ വരും? നമുക്ക് ഫ്രിക്ഷൻ ആൻഡ് വിൻറ്റേജ് ലോസ് വരും അല്ലേ. അതുപോലെ തന്നെ അയൺ ലോസ് എന്ന് പറയുമ്പോൾ ഹിസ്റ്ററിസിസ് ആൻഡ് എഡി കറന്റ് ലോസ് വരും. പിന്നെ ഷണ്ട് ഫീൽഡ് കോപ്പർ ലോസ്. ഇതാണ് കോൺസ്റ്റൻറ്റ് ലോസസ് എന്ന് പറയുന്നത്.
ഇനി സ്വിൻബേൺസ് ടെസ്റ്റിൻ്റെ ഒരു ഡയഗ്രമാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞു നമ്മുടെ മെഷീനെ മോട്ടറായിട്ടാണ് നമ്മൾ നോ ലോഡിൽ റൺ ചെയ്യുന്നത്. അതായത് നോ ലോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെഷീനിലോട്ട് ലോഡ് കണക്ട് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഈ മെഷീൻ്റെ പി ഔട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും, കാരണം നോ ലോഡിലാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മെഷീനിലെ സപ്ലൈയിലോട്ട് കണക്ട് ചെയ്യും. ഇത് നമ്മുടെ സ്റ്റാർട്ടറാണ്, 3 പോയിൻറ്റ് സ്റ്റാർട്ടറാണ്. നമ്മുടെ ഇനീഷ്യൽ കറണ്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? നോ ലോഡ് കറണ്ട്, നോ ലോഡ് ലൈൻ കറണ്ട് I0 കാൽക്കുലേറ്റ് ചെയ്യും ഈ നോ ലോഡ് ടെസ്റ്റിൽ നിന്ന്. അതുപോലെ തന്നെ നോ ലോഡ് ആർമേച്ചർ കറണ്ട് മെഷർ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഷണ്ട് ഫീൽഡ് കറണ്ട് നമ്മൾ മെഷർ ചെയ്യും. പിന്നെ അപ്ലൈഡ് വോൾട്ടേജ് ഒരു വോൾട്ട് മീറ്റർ വെച്ച് മെഷർ ചെയ്യും. ഈ മെഷർ ചെയ്ത വാല്യൂസിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ കോൺസ്റ്റന്റ് ലോസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. സോ ഇവിടെ നമ്മൾ വോൾട്ട് മീറ്റർ അമ്മീറ്റർ മെത്തേഡ് വെച്ച് ഫസ്റ്റ് നമ്മൾ ആർമേച്ചർ റെസിസ്റ്റൻസും ഫീൽഡ് റെസിസ്റ്റൻസിൻ്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അത് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വോൾട്ട് മീറ്റർ അമ്മീറ്റർ റീഡിങ്സും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ കോൺസ്റ്റന്റ് ലോസസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വി സപ്ലൈ വോൾട്ടേജ് ആണ്, I0 എന്ന് പറയുന്നത് നോ ലോഡ് കറണ്ട് ആണ്, ISH എന്ന് പറയുന്ന ഫീൽഡ് കറണ്ട് ആണെങ്കിൽ നമുക്ക് നോ ലോഡ് ആർമേച്ചർ കറണ്ട് നമുക്ക് എഴുതാലോ, I0 മൈനസ് ISH. അതായിരിക്കും നമ്മുടെ നോ ലോഡ് ആർമേച്ചർ കറണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ മെഷീൻ നോ ലോഡ് കണ്ടീഷനിലാണ്, അതായത് ഔട്ട്പുട്ട് 0 ആണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എൻറ്റയർ ഇൻപുട്ട് പവർ, അതായത് V ഇൻറ്റു I0 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന എൻറ്റയർ ഇൻപുട്ട് പവർ എന്തിനായിരിക്കും യൂസ് ചെയ്തേക്കുന്നത്? ആ മെഷീനിലെ വേരിയസ് ലോസസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം ഔട്ട്പുട്ട് ഇല്ല, ഇപ്പോൾ ലോസസിനെ മാത്രം മീറ്റ് ചെയ്താൽ മതി നമ്മുടെ ഇൻപുട്ടിന്. സോ V ഇൻറ്റു I0 ഇസ് യൂസ് ടു മീറ്റ് ദ എൻറ്റയർ ലോസസ്. എന്തൊക്കെ ലോസസ് ഉണ്ടാവും അതിനകത്ത്? നമ്മുടെ കോറിൽ അയൺ ലോസ് കാണും, അതുപോലെ ഫ്രിക്ഷൻ ലോസ് ഇൻ ദ ബിയറിംഗ്സ് ആൻഡ് കമ്മ്യൂട്ടേറ്റേഴ്സ് കാണും, പിന്നെ വിൻറ്റേജ് ലോസ് ഉണ്ടാവും, അതുപോലെ തന്നെ ആർമേച്ചർ കോപ്പർ ലോസ് ഉണ്ടാവും. ഇത്തരം ലോസസിനെ മീറ്റ് ചെയ്യാനാണ് നമ്മൾ V ഇൻറ്റു I0 എന്ന് പറയുന്ന ഈ ഇൻപുട്ട് പവർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കോൺസ്റ്റന്റ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇറ്റ്സ് എ കാൽക്കുലേഷൻ ഓഫ് കോൺസ്റ്റന്റ് പവർ ലോസ് PC. അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് PC എന്നാണ്. സോ നമുക്കറിയാം നോ ലോഡ് ഇൻപുട്ട് നമുക്കറിയാം എന്താണ്? V ഇൻറ്റു I0 ആണ്. വോൾട്ടേജ് V ആണ്, നോ ലോഡ് കറണ്ട് I0 ആണെങ്കിൽ നമുക്ക് എന്തറിയാം? നോ ലോഡ് ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് V ഇൻറ്റു I0 ആണ്. ഇനി നമുക്കറിയാം ആർമേച്ചർ കോപ്പർ ലോസ്. ആർമേച്ചർ കോപ്പർ ലോസ് അറ്റ് നോ ലോഡ് എന്ന് പറയുന്നത് എന്താണ്? അതിൽ പോകുന്ന കറണ്ടിൻ്റെ വാല്യൂ ഇസ് IA0 ആണ് അല്ലേ? ആർമേച്ചറിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IA0 ആണ്. സോ അവിടെ ഉണ്ടാകുന്ന കോപ്പർ ലോസ് എന്തായിരിക്കും? IA0 സ്ക്വയർ ഇൻറ്റു RA ആയിരിക്കും. സോ അതിന് നമ്മൾ ടോട്ടൽ ഇൻപുട്ട് പവറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ കോൺസ്റ്റന്റ് ലോസസ് കിട്ടും അല്ലേ? സോ കോൺസ്റ്റന്റ് ലോസസ് എന്ന് വെച്ചാൽ നോ ലോഡ് ഇൻപുട്ട് പവർ V ഇൻറ്റു I0 മൈനസ് ഇവിടെ നമ്മുടെ ഒരു വേരിയബിൾ ലോസ് ആയിട്ട് വരുന്ന ആർമേച്ചർ കോപ്പർ ലോസ് ആണ്. സോ നോ ലോഡ് ടോട്ടൽ ഇൻപുട്ട് പവറിൽ നിന്ന് ആർമേച്ചർ കോപ്പർ ലോസ് അങ്ങ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ മെഷീനിലെ കോൺസ്റ്റന്റ് ലോസസിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. അത് എപ്പോഴും കോൺസ്റ്റന്റ് ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യും. കുറച്ച് വേരിയേഷനൊക്കെ വരും, എങ്കിലും അത് കോൺസ്റ്റന്റ് എന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. സോ എങ്ങനെ വരും? PC ഈസ് ഈക്വൽ ടു നോ ലോഡ് ഇൻപുട്ട് പവർ ഈസ് V ഇൻറ്റു I0 ആണ് അല്ലേ? സോ V ഇൻറ്റു I0 മൈനസ് IA0 സ്ക്വയർ ഇൻറ്റു RA. ഇതായിരിക്കും നമ്മുടെ കോൺസ്റ്റന്റ് ലോസിൻ്റെ ഇക്വേഷൻ. സോ അങ്ങനെ കോൺസ്റ്റന്റ് ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഈ വാല്യൂസ് വെച്ചിട്ട് ഏത് ലൈൻ കറണ്ടിലും നമുക്ക് മോട്ടർ ആയാലും ജനറേറ്റർ ആയാലും നമുക്ക് അതിൻ്റെ എഫിഷ്യൻസി പ്രീ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് അതിൻ്റെ എഫിഷ്യൻസി പ്രീ ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഇനീഷ്യലി നമ്മുടെ മെഷീൻ മോട്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ എടുക്കുന്നത്. സോ മോട്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു ഫിഗർ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ മോട്ടറായിട്ടാണ് നമ്മുടെ മെഷീൻ വർക്ക് ചെയ്യുന്നത്. സോ നമുക്കറിയാം നമ്മുടെ ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ മെഷീൻ ക്യാരി ചെയ്യുന്ന ലൈൻ കറണ്ട്, മെഷീൻ ഡ്രോ ചെയ്യുന്ന ലൈൻ കറണ്ട് എന്ന് പറയുന്നത് I ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തു. സോ I ആണെന്ന് അസ്യൂം ചെയ്താൽ എൻ്റെ ആർമേച്ചർ കറണ്ടിൻ്റെ വാല്യൂ I എന്തായിരിക്കും? I മൈനസ് ISH ആയിരിക്കും ആണല്ലോ. ഇനി നമ്മുടെ മോട്ടർ ഇൻപുട്ട് പവർ എന്ന് വെച്ചാൽ എന്താ? V ഇൻറ്റു I. അതാണ് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത്, V ഇൻറ്റു I. ഇവിടെ എൻ്റെ ലൈൻ കറണ്ടിൻ്റെ വാല്യൂ I ആണെന്നാണ് ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ മോട്ടർ ഇൻപുട്ട് പവർ V ഇൻറ്റു I ആയിരിക്കും. ഇനി നമുക്ക് ആർമേച്ചർ കോപ്പർ, ഇവിടെ വേരിയബിൾ ലോസ് എന്ന് വെച്ചാൽ എന്താണ്? ആർമേച്ചർ കോപ്പർ ലോസ് ആണ്. സോ ആർമേച്ചർ കോപ്പർ ലോസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? IA സ്ക്വയർ ഇൻറ്റു RA ആണ്. Iയുടെ വാല്യൂ നമുക്കറിയാലോ, I മൈനസ് ISH ആണ്. സോ I മൈനസ് ISH ദ ഹോൾ സ്ക്വയർ ഇൻറ്റു RA ചെയ്യുമ്പോൾ നമുക്ക് ആർമേച്ചർ കോപ്പർ ലോസ് നമുക്ക് കിട്ടും. സോ ടോട്ടൽ ലോസസ് എന്താണ്? കോൺസ്റ്റന്റ് ലോസ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. അതായത് മെക്കാനിക്കൽ ലോസ്, സ്ട്രേ ലോസ്, ഷണ്ട് ഫീൽഡ് കോപ്പർ ലോസ്, ഇത് മൂന്നും ക്ലബ് ചെയ്താണ് നമ്മൾ കോൺസ്റ്റന്റ് ലോസ് എന്ന് പറയുന്നത്. ആ കോൺസ്റ്റന്റ് ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. നോ ലോഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് സ്വിൻബേൺസ് ടെസ്റ്റിന് കോൺസ്റ്റന്റ് ലോസ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. അതിൻ്റെ കൂടെ അപ്പോൾ നമ്മൾ ഈ ആർമേച്ചർ കോപ്പർ ലോസിൻ്റെ കൂടെ ഈ കോൺസ്റ്റന്റ് ലോസും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ടോട്ടൽ ലോസസ് ഇൻ ദ മെഷീൻ കിട്ടും ഈ ലോഡ് കണ്ടീഷനിൽ. സോ ടോട്ടൽ ലോസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താ? ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ടിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഇൻപുട്ട് മൈനസ് ലോസസ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എന്ന് എഴുതാൻ പറ്റും. സോ ഇൻപുട്ട് എന്താണ്? V ഇൻറ്റു I ആണ് നമ്മുടെ ഇൻപുട്ട്. ലോസസ് എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്?
I minus ISH the whole square into RA minus PC ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വി ഇൻറ്റു ഐ. സോ ഈ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മുടെ മോട്ടർ അല്ലെങ്കിൽ നമ്മുടെ മെഷീൻ DC മെഷീൻ മോട്ടറായിട്ട് റൺ ചെയ്യുമ്പം കറണ്ട് അത് ലോഡിൽ നിന്ന് വലിക്കുന്നുണ്ടെങ്കിൽ ആ ലോഡ് കണ്ടീഷനിലെ എഫിഷ്യൻസി ഞാൻ പ്രീ ഡിറ്റർമിൻ ചെയ്യാണ്. അതിനെനിക്ക് ആ മെഷീനെ ലോഡിലോട്ട് കണക്ട് ചെയ്ത് കറണ്ട് പാസ് ചെയ്യുന്നില്ല, ഞാനൊരു ലോഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നില്ല. ലോഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാതെ തന്നെ ഞാൻ എഫിഷ്യൻസി പ്രീ ഡിറ്റർമിൻ ചെയ്യാണ് വെൻ ഇറ്റ് ഇസ് വർക്കിംഗ് ആസ് എ മോട്ടർ. ഇനി ഇതുപോലെ നമുക്ക് ജനറേറ്റർ ആണെങ്കിൽ നമുക്ക് പ്രീ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ജനറേറ്റർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? നമുക്ക് ഫിഗർ വരയ്ക്കാം. സോ ഇതായിരിക്കില്ലേ നമ്മുടെ ജനറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ. സോ ജനറേറ്റർ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ലൈൻ കറണ്ട് I ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. സോ ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്ന I പ്ലസ് ISH ആയിരിക്കും അല്ലേ. ദെൻ ജനറേറ്റർ ഔട്ട്പുട്ട് പവർ എന്തായിരിക്കും? V ഇൻറ്റു I. ഔട്ട്പുട്ട് വോൾട്ടേജ് V ആണ്, ഔട്ട്പുട്ട് കറണ്ട് I ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് പവർ ഇസ് V ഇൻറ്റു I. ഇനി ആർമേച്ചർ കോപ്പർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് ഇവിടെ വേരിയബിൾ ലോസ് ആയിട്ട് വരുന്നത്. ആർമേച്ചർ കോപ്പർ ലോസ് IA² ഇൻറ്റു RA ആണ്. IA എന്ന് വെച്ചാൽ എന്താണ്? I പ്ലസ് ISH ആണ്. സോ I പ്ലസ് ISH ദ ഹോൾ സ്ക്വയർ ഇൻറ്റു RA ആയിരിക്കും നമ്മുടെ ആർമേച്ചർ കോപ്പർ ലോസ്. അപ്പോൾ ടോട്ടൽ ലോസ് കണ്ടുപിടിക്കാമല്ലോ. നമ്മൾ കോൺസ്റ്റന്റ് ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. അതിൻ്റെ കൂടെ നമ്മൾ ഈ വേരിയബിൾ ലോസ് ആയ ആർമേച്ചർ കോപ്പർ ലോസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ മെഷീനിലെ ടോട്ടൽ ലോസസ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈസിലി നമുക്ക് പ്രീ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും എഫിഷ്യൻസി വെൻ വർക്കിംഗ് ആസ് എ ജനറേറ്റർ. എഫിഷ്യൻസി എന്തായിരിക്കും? ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. ഇൻപുട്ട് എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് പ്ലസ് ലോസസ് എന്ന് എഴുതാമല്ലോ. സോ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ V ഇൻറ്റു I ആണ്. ഔട്ട്പുട്ട് പ്ലസ് ലോസസ് എന്ന് പറയുമ്പോൾ P ഇൻറ്റു I പ്ലസ് ലോസസ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. I പ്ലസ് ISH ദ ഹോൾ സ്ക്വയർ ഇൻറ്റു RA പ്ലസ് PC. സോ സ്വിൻബേൺസ് ടെസ്റ്റ് യൂസ് ചെയ്ത് എനിക്ക് ലോഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാതെ തന്നെ ഏത് ലോഡ് കണ്ടീഷനിലുള്ള എഫിഷ്യൻസി നമുക്ക് പ്രീ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ആദ്യം നമ്മളൊരു നോ ലോഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. സ്വിൻബേൺസ് ടെസ്റ്റ് എന്ന് വെച്ചാൽ നോ ലോഡ് ടെസ്റ്റ് ആണ്. ആ നോ ലോഡ് ടെസ്റ്റിൽ നമ്മുടെ മെഷീനെ മോട്ടറായിട്ട് നമ്മൾ റൺ ചെയ്ത് കോൺസ്റ്റന്റ് ലോസസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കും. ആ കോൺസ്റ്റന്റ് ലോസസിൻ്റെ വാല്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ എഫിഷ്യൻസി ഓഫ് ദ മോട്ടർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ സ്വിൻബേൺസ് ടെസ്റ്റ്. സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് സ്വിൻബേൺസ് ടെസ്റ്റ്. എന്താണ് സ്വിൻബേൺസ് ടെസ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താ നോക്കാം. ഇവിടെ ദ പവർ നമുക്കറിയാം. ഇവിടെ ടെസ്റ്റിംഗ് നമ്മൾ നോ ലോഡിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. നോ ലോഡിൽ കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് എന്തായിരിക്കും? ദ പവർ റിക്വയർഡ് ഫോർ ടെസ്റ്റിംഗ് ഓഫ് ലാർജ് മെഷീൻ ഇസ് വെരി സ്മോൾ. ഇത് സ്മോൾ പവർ യൂസ് ചെയ്ത് നമുക്ക് മെഷീനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. Therefore, it is an economical and a convenient method of testing DC machines. അടുത്തത് കോൺസ്റ്റന്റ്. നമ്മളിവിടെ കോൺസ്റ്റന്റ് ലോസസ് എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുമല്ലോ ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? എഫിഷ്യൻസി അറ്റ് എനി ലോഡ് കണ്ടീഷൻ ക്യാൻ ബി പ്രീ ഡിറ്റർമൈൻഡ്. ഇതാണ് നമ്മുടെ സ്വിൻബേൺസ് ടെസ്റ്റിൻ്റെ 2 അഡ്വാൻറ്റേജ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഈ സ്വിൻബേൺസ് ടെസ്റ്റിൻ്റെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കോൺസ്റ്റന്റ് ഫ്ലക്സ് മെഷീൻസിന് മാത്രമേ ഈ സ്വിൻബേൺസ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്ക് കോമ്പൗണ്ട് മോട്ടർ, അതുപോലെ തന്നെ DC ഷണ്ട് മോട്ടർ. സീരീസ് മോട്ടറിന് ഒരിക്കലും നമുക്ക് സ്വിൻബേൺസ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണെന്ന അസംഷനിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. The Swinburne's test is only applicable only to those DC machines in which the flux is practically constant. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറയുന്നത്? ഷണ്ട് മെഷീനും അതുപോലെ തന്നെ കോമ്പൗണ്ട് ജനറേറ്ററിനും അല്ല, ഷണ്ട് മെഷീനും കോമ്പൗണ്ട് മെഷീൻസിനുമാണ് നമ്മൾ ഈ സ്വിൻബേൺസ് ടെസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സീരീസ് DC മെഷീൻസ് കനോട്ട് ബി ടെസ്റ്റഡ് ബൈ സ്വിൻബേൺസ് ടെസ്റ്റ്. അതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം അതിലെ ഫ്ലക്സ് എന്ന് പറയുന്ന ലോഡ് കണ്ടീഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കാരണം ആർമേച്ചർ കറണ്ടാണ് നമ്മുടെ ഫീൽഡിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. സോ ലോഡ് ചെയ്യുന്നതോറും എന്ത് സംഭവിക്കും? ഫ്ലക്സിൻ്റെ വാല്യൂ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് സീരീസ് മോട്ടറിൽ. ദ ചേഞ്ച് ഇൻ അയൺ ലോസസ്. നമ്മളിവിടെ എല്ലാ ലോസും നമ്മൾ കോൺസ്റ്റന്റ് ആണ്. അയൺ ലോസ് എല്ലാം കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ് അവിടെ ഫ്ലക്സ്, അതായത് നമ്മുടെ ട്രെയിലിംഗ് പോളിറ്റിപ്പിൽ എന്ത് സംഭവിക്കുന്നു? ഫ്ലക്സിൻ്റെ വാല്യൂ കൂടുന്നുണ്ട്. സോ അപ്പോൾ അയൺ ലോസ് കൂടും. അയൺ ലോസ് കൂടുന്നുണ്ട്. അതൊരിക്കലും ഒരു കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ചെറിയ വേരിയേഷൻ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ദ ചേഞ്ച് ഇൻ അയൺ ലോസ് ഇസ് കൺസിഡേർഡ് ഫ്രം നോ ലോഡ് ടു ഫുൾ ലോഡ്. കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല. അറ്റ് ഫുൾ ലോഡ് ഡ്യൂ ടു ദ ആർമേച്ചർ റിയാക്ഷൻ ദ ഫ്ലക്സ് ഈസ് ഡിസ്റ്റോർട്ടഡ് വിച്ച് ഇൻക്രീസസ് ദ അയൺ ലോസസ്. അയൺ ലോസസ് കൂടും. സോ ഇതാണ് നമ്മുടെ സ്വിൻബേൺസ് ടെസ്റ്റിൻ്റെ മേജർ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ്. അതായത് മെയിനായിട്ട് വരുന്ന കോൺസ്റ്റന്റ് ഫ്ലക്സ് മെഷീനിന് മാത്രമേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതോടുകൂടി നമ്മൾ DC മെഷീൻസിൻ്റെ ഫസ്റ്റ് 3 മൊഡ്യൂൾസിൽ നിന്ന് DC മെഷീൻസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അടുത്ത സെഷനിൽ നമുക്ക് ട്രാൻസ്ഫോമേഴ്സിൻ്റെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. അതുവരെ കീപ് വാച്ചിങ്. താങ്ക് യു.